ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് UGC നെറ്റ് ജൂൺ 2026 പേപ്പർ 2 EVSലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഫുൾ മൊഡ്യൂളാണ്. ഈ ഒരു ഫുൾ ക്ലാസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും അത് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ ഇന്നൊരു ഫുൾ എവറി ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നോക്കാം. അപ്പോൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് refers to the systematic collection, treatment and disposal of solid waste generated from household, industries, agriculture and medical facilities. അതായത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോളിഡ് വേസ്റ്റസ്, അതായത് ഹൗസ് ഹോൾഡിൽ അതേപോലെ ഇൻഡസ്ട്രീസിൽ നിന്ന്, അഗ്രികൾച്ചറിൽ നിന്ന്, മെഡിക്കൽ ഫെസിലിറ്റീസിൽ നിന്ന്, ഇതെന്നെല്ലാം ക്രിയേറ്റ് ആവുന്ന ജനറേറ്റ് ആവുന്ന സോളിഡ് വേസ്റ്റിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രീറ്റ്മെന്റ്, അതിന്റെ കളക്ഷൻ, ഡിസ്പോസൽ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ അതാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ഒരുപാട് തരത്തിലെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആദ്യത്തെയാണ് സോഴ്സ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എന്താണ് സോഴ്സ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ? ഫസ്റ്റില് റെസിഡൻഷ്യൽ എന്ന് പറയുന്നത് വേസ്റ്റ് ഫ്രം ദ അപ്പാർട്ട്മെന്റ്സ്, ലെഫ്റ്റ് ഓഫ് ഫുഡ്, വെജിറ്റബിൾ പീൽസ്, പ്ലാസ്റ്റിക്, ആഷസ്, എക്സെട്ര. ഓക്കെ, and then commercial means the leftover food, glasses, metals, ashes, etc. And then going to the institution means the paper, plastic, glasses from educational, administrations and public buildings. That is the institutional. And then municipal, that is the dust, leafy matter, building debris, treatment plant, residual sludge, etc. that generated from the municipal activities. And then fifth one is the industrial. This consists of wastes, ashes, construction waste, hazardous waste due to the industrial activities. And then sixth one is the agriculture, mainly the grains, vegetables, agriculture remains, litter, and then fields, orchards, vineyards, farms. This is the agriculture waste. And then സെവൻത്ത് വൺ ഈസ് ഓപ്പൺ ഏരിയാസ്. അവിടെ ഉൾപ്പെടുന്ന സ്ട്രീറ്റ്, പാർക്സ്, വേക്കൻറ്റ് ലോഡ്സ്, പ്ലേ ഗ്രൗണ്ട്സ്, ബീച്ചസ്, ഇതിനൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സോഴ്സ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് വേസ്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതൊരു ഈസി ടോപ്പിക് ആണ്, ഇതെല്ലാം ഈസി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടാതിരിക്കുക. കാരണം എല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. അത് സിമ്പിൾ ആയിരിക്കില്ല. ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻസ് ആർ ബേസ്ഡ് ഓൺ ദ ടൈപ്സ്, ദാറ്റ് ഈസ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ്. അപ്പൊ അതിൽ വരുന്നത് ഗാർബേജ് മീൻസ് ദ animal and vegetable waste from the handling, sale, storage, preparation, cooking and serving of food. This contain organic material. And then ashes and residuals, that means the burning of wood, coal, charcoal, coke, other combustible materials, substance remain ചെയ്യുന്നതാണ് ashes and residues. And then combustible and non combustible waste. Combustible materials എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഭൂമിയിലേക്ക് അലിഞ്ഞു പോകുന്നതാണ് കമ്പസ്റ്റബിൾ. അതായത് കാർബോ, ടെക്സ്റ്റൈൽ, റബ്ബർ, ട്രിമ്മിങ്സ്, എക്സെട്ര. നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഗ്ലാസ്, ടിൻ, അലുമിനിയം, ക്യാൻസ്, അങ്ങനത്തെയൊക്കെയാണ്. ഓക്കെ, ആൻഡ് ദെൻ ബൾക്കി വേസ്റ്റസ് മീൻസ് ദ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ലൈക്ക് washing machine, furniture, AC, phone, that it. And then street wastes means the collected from streets, wastes collected from streets, walkways, parks and vacant plots. And then biodegradable and non-biodegradable waste. Biodegradable waste mainly from the organic matter such as leftover food, vegetables. Okay, this action, because this actions of microorganisms, the wastes are degrade from complex to similar compounds. These biodegradable wastes are degradable into the soil. Okay, non-biodegradable wastes consist of inorganic and recyclable materials, like they can be recyclable, that is plastic, glass, cans, metals, etc. വളരെയധികം കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലും നമുക്ക് ക്ലിക്ക് ആവുള്ളൂ. ഓക്കെ, ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ആൻഡ് ദെൻ ഡെഡ് ആനിമൽസ് വിച്ച് ദ ഡെഡ് ഓഫ് naturally accidentally killed on the road. And then abandoned vehicles, that is automobiles, trucks, trailers.
okay, and other public places. Okay, these are the type based classifications of solid. Okay, and then we moving to the solid waste characteristics. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഇത് നോക്കാം. ആദ്യത്തെയാണ് physical characteristics. Physical characteristics of solid wastes are important for the selection and operations of the analysis and design of disposal system. ഈ physical characteristics എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ ഒരു എങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ തരം തിരിക്കണം, സെപ്പറേറ്റ് ചെയ്യണം, ഇതിനെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ മനസ്സിലാക്കുന്നത്. ആദ്യത്തെയാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു നിശ്ചിത അളവിലുള്ള ഒരു മാസ് അല്ലെ അതിന്റെ വോളിയം, എത്ര തരം ഭാരമുണ്ട് എന്ന് നമ്മൾ, അതായത് എക്സ്പ്രസ് മാസ് പെർ യൂണിറ്റ് വോളിയം. ദിസ് പാരാമീറ്റേഴ്സ് റിക്വയർഡ് ഫോർ ഡിസൈനിങ് എ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം. എനി നോർമൽ കമ്പാക്ടേഷൻ equipment can achieve reduction in volume of wastes by 75%, which increases the initial. ആ ഒരു numbers ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. എത്രത്തോളം നിശ്ചിത അളവിലുള്ള ഒരു വോളിയം മാലിന്യത്തിൽ എത്ര ഭാരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെൻസിറ്റി. ഇത് യൂസ്വലി മെയിൻലി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ വലിപ്പം തീരുമാനിക്കുക, അതേപോലെ തന്നെ എങ്ങനെ നമ്മുടെ ട്രാൻസ്പോർട്ട് ചെലവ്, അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡെൻസിറ്റി നോക്കുന്നത്. And then moisture content. Moisture content എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം the water content in the waste. Okay, define the ratio weight of water. Okay, total weight of the wet waste. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. moisture content equal to wet weight minus dry weight divided by wet weight. അതായത് wet weight നമ്മൾ ആദ്യം എടുക്കും, അതിനുശേഷം അതിന്റെ ഡ്രൈ വെയിറ്റ് എടുക്കും, രണ്ടും കൂടി മൈനസ് ചെയ്യും, ഡിവൈഡഡ് ബൈ വെറ്റ് വെയിറ്റ് ചെയ്യും. ഇതാണ് moisture content. Okay, അപ്പോൾ moisture content means the rate of weight of water. Okay, wet weight minus dry weight to the total weight of the material. ഇതാണ് അതിന്റെ ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത്. ഡ്രൈ ചെയ്യും, അതായത് ആദ്യം നമ്മൾ വേസ്റ്റ് എടുത്തിട്ട് അതിന് 105 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ അതിനെ ഡ്രൈ ചെയ്ത ശേഷമാണ് അതിന്റെ വെയിറ്റ് എടുത്ത് നമ്മൾ ആ ഒരു ഇക്വേഷനിൽ ഇട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, and then size. Size means size and distributions of particles in the solid waste. Okay, ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ് സൈസ് എന്ന് പറയുന്നത്, പാർട്ടിക്കൽ സൈസ് എന്ന് പറയുന്നത്. അതിന്റെ സ്പീഡ്, കമ്പോസിന്റെ സ്പീഡ്, അതേപോലെ തന്നെ അതിന്റെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതാണ്. ആൻഡ് ദെൻ ഫീൽഡ് പോറോസിറ്റി. പോറോസിറ്റി മീൻസ് എമൗണ്ട് ഓഫ് voids, അത് എത്രത്തോളം അതിന്റെ സ്പേസസ് ഉണ്ട്, അത് എത്രത്തോളം നിറഞ്ഞതാണ്, സ്പേസസ് ആണ് ഈ ഒരു വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പോറോസിറ്റി എന്ന് പറയുന്നത് മെയിൻലി 0.40 to 0.67 ആണ്. അതിന്റെ കോമ്പാക്സേഷൻ കോമ്പോസിഷൻ ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ പോറോസിറ്റി ഉണ്ടാവുക. ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഫീൽഡ് കപ്പാസിറ്റി ഓഫ് MS മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ് is the total amount of moisture which can be retained in a waste chamber subject to the gravitation pull. അതായത് ആ ഗ്രാവിറ്റേഷൻ ഇതിൽ എത്ര വെള്ളം അത് പിടിച്ചു നിർത്താൻ കഴിയും, എത്രത്തോളം വെള്ളം അതിനെ പിടിച്ചു നിർത്താൻ കഴിയും എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ ലീച്ചേറ്റ് ലാൻഡ് ഫിൽസിലൊക്കെ ലീച്ചേറ്റിൽ ഉൾപ്പെടുത്താനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡിറ്റർമിൻ ദ ഫോർമേഷൻ ഓഫ് ലീച്ചേറ്റ് ഇൻ ലാൻഡ് ഫിൽസിൽ ലീച്ചേറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അതൊക്കെയാണ് ഈ ഫീൽഡ് കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ പെർമിബിലിറ്റി ഓഫ് കോമ്പാക്റ്റഡ് വേസ്റ്റ്. ദ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഓഫ് കോമ്പാക്റ്റഡ് വേസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതേപോലെ തന്നെ ലിക്വിഡ് ലാൻഡ് ഫില്ലിലുള്ള ലിക്വിഡ് ആൻഡ് ഗ്യാസസിന്റെ ഇതിനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ്. ഈ പെർമിബിലിറ്റിയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പോർ സൈസ്, ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ഏരിയ, പോറോസിറ്റി, ഇതൊക്കെ ഈ പെർമിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ മനസ്സിലാക്കിയത്? എന്തൊക്കെയാണ്? അതിന്റെ ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്ര അളവിലുള്ള വോളിയം, മാലിന്യത്തിൽ എത്ര ഭാരം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മോയ്സ്ചർ കണ്ടന്റ് എത്ര വെള്ളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ദ പാർട്ടിക്കിൾസ് ഓക്കെ in the waste, and then porosity, field capacity and permeability. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതിൽ പഠിച്ചത്. ആൻഡ് ദെൻ നമുക്ക് chemical characteristics ആണ്. Chemical components and their characteristics is essential for the proper understanding of the behavior of waste as it moves through the waste management system. അതായത് ഇത് കെമിക്കലിന്റെ എങ്ങനെയൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ബിഹേവിയർ, ഇതൊക്കെ അതിന്റെയൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. The heating value, the evaluation of the potential of waste material for use as a fuel for incineration requires a determination of its heating value expressed as kilojoules or per kilogram. അതായത്
ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എത്രത്തോളം ഹീറ്റ് എനർജി ഒരു 1 കിലോഗ്രാം ഓഫ് വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യാൻ വേണ്ടി ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് വെൻ 1 കിലോഗ്രാം ഓഫ് വേസ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേൺ. ഇതാണ് ഹീറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ ക്യാൻ ബി യൂസ് ടു നോ വെദർ എ വേസ്റ്റ് മെറ്റീരിയൽ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ഇൻസിനേഷൻ. അതായത് നമ്മൾ ഈ ഒരു ഇൻസിനേഷന് വേണ്ടിയിട്ട് അതായത് നമ്മൾ ഇത് കത്തിക്കുന്ന വഴി, ഇത് സംസ്കരിക്കുന്ന വഴി ചെയ്യുമ്പോൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫ്യൂവലായിട്ട് ഇത് കത്തിച്ചതാകുന്ന സമയത്ത് ഇത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1 കിലോഗ്രാം വേസ്റ്റ് പൂർണ്ണമായിട്ട് കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചൂട് ഒരു എനർജി, ഓക്കെ, ഇതിനെയാണ് നമ്മൾ അതിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കിലോസ് ജൂൾസ് പെർ കിലോഗ്രാം ആണ്. അപ്പോൾ ഇത് ഒരു ചെറിയ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്, റബ്ബർ, ഫുഡ്, ടെക്സ്റ്റൈൽ, അതിൻ്റെ ഒരു ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റർ. ഇപ്പോൾ പ്ലാസ്റ്റിക്കിനാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അത് നമ്മൾ ആ ഒരു ഓർഡർ നമ്മൾ പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ദ ഹയസ്റ്റ് ഹീറ്റ് എനർജി ആൻഡ് ദെൻ ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ് ഹീറ്റ് ലെസ് ഹീറ്റ് കമ്പയർഡ് വിത്ത് പ്ലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഇതിൽ പറയുന്നത്. ഇനി അടുത്തത് എനർജി കണ്ടന്റ് ആണ്. അടുത്ത എനർജി കണ്ടന്റ് ആണ്. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി പ്രസന്റ് ഇൻ ദ ഓർഗാനിക് മാറ്റർ ഓഫ് മുനിസിപ്പൽ വേസ്റ്റ്, സോളിഡ് വേസ്റ്റിലുള്ള എമൗണ്ട് ഓഫ് എനർജി, ഒരു ഓർഗാനിക് പാർട്ടിലുള്ളതിന് ടോട്ടൽ എനർജിയാണ് എനർജി കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ് ദെൻ ഇതിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും? ഹൗസ് ഹോൾഡ്, മാർക്കറ്റ് വേസ്റ്റ്, സിറ്റി വേസ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ 3 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഇതിനെ കണ്ടെത്താൻ നമ്മൾ 3 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെയാണ് ഫുൾ സ്കെയിൽ ബോയിലർ മെത്തേഡ് വെച്ച് നമ്മൾ അളക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാൽക്കുലേഷൻ മെത്തേഡ്, അതായത് നമ്മൾ ഇതിലുള്ള കാർബൺ, അതേപോലെ തന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ പോലുള്ള കാര്യമുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ വഴി നമുക്കിത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഹീറ്റിംഗ് വാല്യൂവും എനർജി കണ്ടന്റ്. ഓക്കെ, അപ്പോൾ എനർജി ഹീറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം വേസ്റ്റിൽ എത്ര പൂർണ്ണമായിട്ട് കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചൂട് അല്ലെങ്കിൽ എനർജിന്റെ അളവാണ് ഹീറ്റിംഗ് വാല്യൂ. ആൻഡ് ദെൻ എനർജി കണ്ടന്റ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി പ്രസന്റ് ഇൻ ദ പാർട്ട് ഓഫ് സോളിഡ് വേസ്റ്റ്. ഓക്കെ, ആൻഡ് നമുക്ക് അടുത്ത് നോക്കിയാലോ. അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് വേസ്റ്റ് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ, ഇതിനൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടു മേക്ക് എ മാസ് ബാലൻസ് കാൽക്കുലേഷൻ ഫോർ ദ കെമിക്കൽ തെർമൽ പ്രോസസ്സിന് ഇതിന് മൊത്തം കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഹാലോജൻ, നമ്മൾ ഡിറ്റർമിൻ ഹാലോജൻ ആൾസോ and then use to characterize the chemical composition organic matter. നമ്മൾ യൂസ് ചെയ്ത chemical composition organic matter ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. Used to define proper mixture of waste material to achieve carbon or nitrogen ratios for biological conservation process. Okay, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. കെമിക്കൽ കാറ്റലിസിസ് ആണ്. and then proximate analysis എന്ന് പറയുന്നത് aims to determine the volatile matter, moisture, ash, അതേപോലെ തന്നെ fixed carbon, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, അത് ഫ്യൂവൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ അതിൻ്റെയൊക്കെ ഡെറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോക്സിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മേജറായിട്ട് നമ്മുടെ എത്രത്തോളം ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ വരുന്നതാണ് മോയ്സ്ചർ കണ്ടന്റ് അല്ലേ. മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് എത്രത്തോളം വെള്ളം അല്ലെ വാട്ടർ കണ്ടന്റ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വാട്ടർ കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ ഫുഡ് വേസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉള്ളത്. ആൻഡ് ദെൻ വെജിറ്റബിൾ വേസ്റ്റിൽ വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. പ്ലാസ്റ്റിക്കിലൊക്കെ വളരെയധികം കുറവാണ്. ഓക്കെ, വിത്ത് ഹീറ്റിംഗ് ഡ്രൈയിങ് ചെയ്യാറുണ്ട്. നമ്മൾ ഡ്രൈയിങ് ചെയ്യുന്നത് 105 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദെൻ ആഷ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് റെസിഡ്യൂ the ash of the material left, burning of waste കഴിഞ്ഞിട്ട് പേപ്പർ ബേൺ ചെയ്തു, അതൊക്കെ ചെയ്ത ശേഷം കിട്ടുന്ന വേസ്റ്റ് അല്ലെ, ആ ഒരു ബേണിംഗ് അത് 1 കിലോഗ്രാം ഓഫ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ അതിന് ചെയ്യുന്നത് 700 to 750 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് നമ്മൾ ചൂടാക്കുന്ന നമുക്ക് കിട്ടുന്ന അതാണ്. ഓക്കെ, and then volatile matter നമ്മൾ the volatile matter means the materials that became gas or smoke when heated, അല്ലെ ഹീറ്റ് ചെയ്ത സമയത്ത് അതിൽ പുറത്ത് പോകുന്ന ആ ഒരു ഗ്യാസോ സ്മോക്കോ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് മേജറായിട്ട് പേപ്പർ, ഡ്രൈ ലീവ്സ്, പ്ലാസ്റ്റിക് ഇതൊക്കെയാണ്.
അതായത് weight loss obtained after the complete composition. അതായത് ഒരു 1 കിലോഗ്രാം സാമ്പിളിൽ നമ്മൾ ഇത്രയും 7 മിനിറ്റിൽ 95 ഡിഗ്രി സെൽഷ്യസിൽ എയർ ഇല്ലാതെ ചൂടാക്കി കംപ്ലീറ്റ് കമ്പഷൻ ചെയ്തിട്ടുള്ള ആ ഒരു വെയിറ്റ് ലോസ് ആണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. ഓക്കെ. അടുത്ത ഫിക്സ്ഡ് കാർബൺ. ഫിക്സ്ഡ് കാർബൺ എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്ത ശേഷം ബാക്കി നിൽക്കുന്ന കാർബൺ. ആഫ്റ്റർ ഹീറ്റിംഗ് വേസ്റ്റ് സം കാർബൺ റിമെയിൻസ്. ദാറ്റ് റിമൈനിങ് കാർബൺ ഈസ് കാൾഡ് ഫിക്സ്ഡ് കാർബൺ. ഇത് നമ്മൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് ഹീറ്റ് ആൻഡ് എനർജി ചെയ്യുന്നുണ്ട്. ഇതിൽ ഫിക്സ്ഡ് കാർബൺ എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ. ഓക്കെ, ചാർക്കോൾ പോലെ തന്നെ സാധനമാണ്. വേസ്റ്റ് ഫ്യൂൽ ഹൈ പ്രൊപ്പറേഷൻ ഫിക്സ്ഡ് കാർബൺ ലോങ്ങർ റിട്ടേണേഷൻ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇതാണ് പ്രോക്സിമേറ്റ് അനാലിസിസിൽ മേജർ ആയിട്ട് വരുന്ന സംഭവങ്ങൾ. ഇനി നമുക്ക് അടുത്ത് നോക്കാം സോളാർ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് ഫിസിക്കൽ ക്യാരക്ടറിസിസം കെമിക്കൽ ക്യാരക്ടറിസിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ദെൻ വി ആർ മൂവിങ് ടു ദ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതെന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് വാരിയസ് ഫങ്ഷൻ അലൗസ്മെന്റ്, അതായത് മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ക്യാരക്ടറിസിസ് ആണ് പഠിച്ചത്. ഇനി മാനേജ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യത്തെയാണ് വേസ്റ്റ് ജനറേഷൻ. വേസ്റ്റ് ഇസ് ജനറേറ്റഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എന്തൊരു പ്രോസസ്സ് സമയത്ത് നമുക്ക് ഒരു വേസ്റ്റ് ജനറേഷൻ ഉണ്ടാവും അല്ലേ. നമ്മൾ അപ്പോൾ ആ വേസ്റ്റ് ആദ്യം നമ്മൾ വേസ്റ്റ് ജനറേറ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ അതിനെയൊക്കെ നമ്മൾ അതാണ് മേജർ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വേസ്റ്റ് ഐഡന്റിഫിക്കേഷൻ. എന്തൊക്കെ വേസ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ വേസ്റ്റ് ആണ്, ഇതൊക്കെ നമ്മൾ ആദ്യം എടുക്കും, സെപ്പറേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ. അതാണ് വേസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അല്ലേ. അടുത്ത വേസ്റ്റ് സ്റ്റോറേജ്. വേസ്റ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് വളരെ ഫങ്ഷണൽ എലമെന്റ് ആണ്. കളക്ഷൻ ഓഫ് വേസ്റ്റ് അല്ലേ. അപ്പോൾ അറ്റ് ദ പ്ലേസ് അറ്റ് സോഴ്സ്, അത് ഉണ്ടായ സ്ഥലത്ത് ഉണ്ടായ സോഴ്സിൽ പോയിട്ട് നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്യും, കളക്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. And then waste collection. അടുത്താണ് waste collection. So gathering of waste in the holding them to the location where the collection of waste is emptied, which may be transfer station. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഓരോ സ്ഥലത്ത് പോയി എടുക്കും, വേസ്റ്റ് എടുക്കും. വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ അതിന്റെ ലൊക്കേഷനിൽ ഓരോ സ്ഥലത്ത് എവിടേക്കാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വേസ്റ്റ് ഇട്ട് നമ്മൾ ഒരു വേസ്റ്റ് ബിന്നിൽ, പുറത്തുള്ള ഒരു വേസ്റ്റ് ബിന്നിൽ ഇടും. ആ വേസ്റ്റ് കളക്ട് ചെയ്യാൻ ആൾക്കാർ വരും, അത് ട്രാൻസ്ഫർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് നോക്കാം ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്പോർട്ട്. The functional element involves the transfer of wastes from smaller collection vehicles were necessary to overcome the problem of narrow access lanes to larger ones at transfer stations. അതായത് ഇപ്പോൾ നമ്മൾ വീടുകളിൽ നിന്നിട്ട് അതുപോലെ തന്നെ ചെറിയ ആ റോഡുകളിൽ നിന്നൊക്കെയുള്ള മാലിന്യം ആദ്യം ചെറിയ വാഹനങ്ങളിലൊക്കെ ചെറിയ ചെറിയ വണ്ടിയിലെല്ലാം ശേഖരിക്കും. അതിനുശേഷം ഈ വാഹനങ്ങൾ ഇപ്പോൾ എല്ലായ്പ്പോഴും ദൂരെയുള്ള ഡിസ്പോസൽ സൈറ്റിലേക്ക്, ലാൻഡ് ഫില്ലിലേക്ക് ഒന്നും പോകാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്ഫർ സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഓക്കെ, നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത്? അപ്പൊ അവിടെ ചെറിയ വാഹനങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് വലിയ വാഹനങ്ങളിലേക്കോ ട്രക്കുകളിലേക്കൊക്കെ മാറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുന്നത് സമയം ലാഭിക്കാൻ, നമ്മുടെ ചെലവുകൾ കുറയ്ക്കാൻ, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അതെല്ലാം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പ്രോസസ്സിംഗ്. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് സംസ്കരിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രോസസ്സിംഗ് is required to alter the physical and chemical characteristics of waste for energy and resource recovery and recycle. അതായത് തന്നെ ആ ഒരു വേസ്റ്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസിലും അതിന് ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റിയിട്ട് അതിനൊന്ന് റിക്കവർ ചെയ്തെടുക്കുക. അതായത് അതിനെ ഓൾട്ടർ ചെയ്തിട്ട് അതിന് എനർജി കിട്ടുക, അല്ലെങ്കിൽ റീസൈക്കിൾ മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ, യൂസ്ഫുൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റീസൈക്കിൾ. അതായത് ഇതിന് മേജർ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് മെത്തേഡ്സ് കോമ്പാക്ഷൻ. കോമ്പാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വേസ്റ്റിന് അമർത്തിയിട്ട് ചെറിയ വലുപ്പത്തിലാക്കുന്നു. അതായത് തെർമൽ വോളിയം റിഡക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ തെർമൽ വോളിയം റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ചൂട് ഉപയോഗിച്ചിട്ട് ആ വേസ്റ്റിന്റെ അളവ് കുറയ്ക്കുക. ഓക്കെ, അടുത്തത് മാനുവൽ സെപ്പറേഷൻ, അതായത് കൈകൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. അതിന് ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉയർന്ന ആ ഒരു ടെമ്പറേച്ചർ കുറച്ച് കത്തിക്കുക അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? വേസ്റ്റ് വോളിയം കുറയ്ക്കാൻ, അതേപോലെ തന്നെ എനർജി ലഭിക്കാൻ. ഓക്കെ, ആൻഡ് ദെൻ കോമ്പോസിറ്റിംഗ്. നമ്മുടെ മറ്റേ ബയോ ചെയ്യുന്നതാണ് അല്ലെ. ഫുഡ് വേസ്റ്റ്, ലീവ്സ്, വെജിറ്റബിൾസ് കോമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് നമുക്ക് മാനുവൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ റിക്കവറി ആൻഡ് റീസൈക്ലിംഗ്. റിക്കവറി ആൻഡ് റീസൈക്ലിംഗിൽ നമ്മൾ വേസ്റ്റിൽ നിന്ന് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന എന്താണ്
ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസോ അല്ലെങ്കിൽ എനർജി ഒക്കെ കിട്ടുന്ന ആ ഒരു പ്രക്രിയ അല്ലെ, അതിനെയാണ് നമ്മൾ റിക്കവറി ആൻഡ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ, മെറ്റൽ, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പുതിയത് ഉണ്ടാക്കാം അല്ലെ, എനർജി ഉണ്ടാക്കാം. ഇതിന്റെ ഹെൽപ്ഫുൾ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ ഒരു പ്രകൃതിനെ നമുക്ക് സംരക്ഷിക്കാനും അതേപോലെ തന്നെ വേസ്റ്റസിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് വേസ്റ്റ് ഡിസ്പോസൽ ആണ്. വേസ്റ്റ് ഡിസ്പോസൽ അറിയാലേ, ഉപയോഗിക്കാൻ കഴിക്കാത്ത അവസ്ഥയിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ ഒരു പ്ലേസിൽ കൊണ്ടുപോയിട്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള പ്ലേസിൽ കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിക്കുക അല്ലെ. കുറേ അധികം നമ്മളെ ഹൗസസ് അങ്ങനെയൊന്നുമില്ല, ഒരു മനുഷ്യ സഹവാസം ഇല്ലാത്ത ഏരിയയിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ ഡിസ്പോസൽ ചെയ്യുന്ന നമ്മളെ വീട്ടിലെ വേസ്റ്റ്, എല്ലാ വേസ്റ്റസും ഉണ്ടാവും, ട്രീറ്റ്മെന്റ് വേസ്റ്റ്, എല്ലാ വേസ്റ്റസും ഉണ്ടാവും, ഇൻസിനറേഷൻ, ആസ് എല്ലാ സംഭവം ഉണ്ടാവും. ഏറ്റവും കൂടുതലായിട്ട് ഡിസ്പോസൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് ലാൻഡ്ഫില്ലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. തയ്യാറാക്കുന്ന സ്ഥലത്ത് അതിനെ നിക്ഷേപിക്കുകയാണ്, അതാണ് വേസ്റ്റ് ഡിസ്പോസൽ. ഇത് നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. വേസ്റ്റ് ജനറേഷൻ, വേസ്റ്റ് സ്റ്റോറേജ്, വേസ്റ്റ് കളക്ഷൻ, ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്പോർട്ട്, പ്രോസസ്സിംഗ്, റിക്കവറി ആൻഡ് റീസൈക്ലിംഗ്, വേസ്റ്റ് ഡിസ്പോസൽ. ഓക്കെ, നമുക്കിനി അടുത്തത് വേസ്റ്റ് ജനറേഷൻ. വേസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്? When a material or item no longer has sufficient economical value for its possessor to retain. അതായത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു വസ്തു ഇനി ഉപയോഗിക്കാൻ പറ്റാതാവുമ്പോൾ അല്ലെങ്കിൽ അതിന് എക്കണോമിക്കൽ ആയിട്ട് ഒരു വാല്യൂ ഇല്ലെന്ന് ആളുകൾ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും? അതിനെ ഉപേക്ഷിക്കും. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, നമുക്ക് അതിനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഉപേക്ഷിക്കും. അപ്പൊ അതാണ് നമ്മൾ എന്ത് വേസ്റ്റ് അല്ലെ, അതിനാണ് നമ്മൾ വേസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ബോട്ടിൽ, നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു ബോട്ടിൽ വെള്ളം കിട്ടുന്നു, പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടും, അപ്പൊ നമ്മൾ വൺ യൂസ് ആണ്, അത് കുടിച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? കളയുന്നു. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, പേപ്പർ, അങ്ങനെയല്ല, ഡ്രസ്സുകൾ, ഇതെല്ലാം നമ്മൾ അങ്ങനെയാണ് വേസ്റ്റ് ജനറേഷൻ ഉണ്ടാകുന്നത് അല്ലെ. അത് മനസ്സിലായല്ലോ. ഇനി ജനറേഷൻ റേറ്റ് ഓഫ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് എത്ര അളവിൽ വേസ്റ്റ് ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തുന്നതാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് എത്ര ഉണ്ടാകുന്നു, വേസ്റ്റ് വോളിയം, വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ട എത്ര വേസ്റ്റ് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ജനറേഷൻ റേറ്റ് ഓഫ് വേസ്റ്റ്, സോളിഡ് വേസ്റ്റ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ ചെയ്യുന്ന റേറ്റ് കണ്ടെത്തുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. മെഷേഴ്സ് ഓഫ് ക്വാണ്ടിറ്റീസ്, അതിന്റെ അളവ് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ അളക്കാം. വെയിറ്റ്, ഭാരം വെച്ചിട്ട് നമുക്ക് അളക്കാം. ഇപ്പൊ നമ്മൾ 10 കിലോ ഓഫ് വേസ്റ്റ്, അല്ല നമ്മൾ വോളിയം അനുസരിച്ച് നമുക്ക് ആക്കാം. ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്ക് രണ്ട് തരത്തിൽ അതിനാക്കാം. അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യാം. നമുക്കിപ്പോൾ കണ്ടെയ്നറിന്റെ പ്ലേസ്മെന്റ്, അതേപോലെ തന്നെ കളക്ഷൻ ഷെഡ്യൂള്, എപ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്യണം, അല്ലെ ഏത് വാഹനം ഉപയോഗിക്കണം, ഏത് വെഹിക്കിൾ അലോക്കേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതില് ഇപ്പോൾ ഒരു പ്ലേസിൽ ദിവസം കൂടുതൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ വെഹിക്കിൾസ് ആവശ്യമാകും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അടുത്ത എക്സ്പ്രഷൻസ് ഓഫ് യൂണിറ്റ് ജനറേഷൻ, മാലിന്യത്തിന്റെ ആ ഒരു അളവ് എത്ര ഒരേ രീതിയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോഴ്സ് ആൻഡ് കംപ്രഷൻ യൂണിഫോം യൂണിറ്റ് ഫോർ എക്സ്പ്രഷൻ ചെയ്യുന്നത്. ഇതിപ്പോ അതില് ഇത് ചെയ്യുന്നുണ്ട്, റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ കിലോഗ്രാം പെർ ക്യാപിറ്റ പെർ ഡേയിൽ ഉണ്ടാവുന്നതിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അഗ്രികൾച്ചറിന്റെ ആണെങ്കിൽ അത് നമ്മൾ അത് ചെയ്യും. ഓക്കെ, യൂണിറ്റ് കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയർ, ഒരു ഭൂമിയിൽ ഒരു വർഷം ഉണ്ടാകുന്ന വേസ്റ്റ്, അതിൽ നമ്മൾ ഇതിന്റെ അളവിനനുസരിച്ച് നമ്മൾ യൂണിറ്റ് ജനറേഷനിൽ ചെയ്യും. ഇനി അതിന്റെ മെത്തേഡ്സ് ഉണ്ട്, ഈ ഒരു ഡിറ്റർമിനേഷൻസ് ചെയ്യാനുള്ള ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ മെഷേഴ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് അതിന്റെ മെത്തേഡ്സ് ഉണ്ട്, ജനറേഷൻ വേസ്റ്റിന്റെ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെയാണ് ലോഡ് കൗണ്ട് അനാലിസിസ്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് അതിന്റെ വാഹനങ്ങൾ, നമ്മൾ പറഞ്ഞില്ലേ ഓരോ വെഹിക്കിൾസ് ഉണ്ടാവും, വേസ്റ്റ് കൊണ്ടുപോകുന്ന ആ ഒരു വെഹിക്കിൾസിന്റെ എണ്ണം നമ്മൾ അളക്കാണ്. കൗണ്ടിങ് ദ ഇൻഡിവിജ്വൽ ലോഡ്സ് ആൻഡ് കറസ്പോണ്ടിങ് വേസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു ടൈമിനുള്ള എത്രയൊക്കെ വാഹനങ്ങളാണ്, എത്രയൊക്കെ വെഹിക്കിൾസിലാണ് വേസ്റ്റ് കൊണ്ടുപോകുന്നത് എന്നതിന്റെ ആ എണ്ണം അളക്കാണ് ചെയ്യുന്നത്. ഏത് വേസ്റ്റ് ആണ്
അത് എത്ര വോളിയം കൊണ്ടുപോകുന്നുണ്ട്, എത്ര ലോഡാണ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഓരോ ചിലപ്പോൾ ടൈം ഉണ്ടെങ്കിൽ അവർ ഓരോ ലോഡിന്റെ ഭാരവും അളക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം 20 ട്രക്ക് വേസ്റ്റ് വന്നാൽ അത് രേഖപ്പെടും. അങ്ങനെ ഓരോ ടൈപ്പ് എത്രയൊക്കെയാണെന്ന് ലോഡ് അനാലിസിസ് ചെയ്യും. അടുത്തത് വെയിറ്റ് വോളിയം അല്ലെ, ഭാരം, അതിന്റെ വലിപ്പം, അതൊക്കെ ചെയ്യും. ഓരോ ട്രക്കിലുള്ള ഒരു ഭാരം, അതിന്റെ വലിപ്പം, ഇതിന്റെ ഡെൻസിറ്റി മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യും. ഓക്കെ, അത് മെറ്റീരിയൽ ബാലൻസ് അനാലിസിസ്. മെറ്റീരിയൽ ബാലൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എത്ര മെറ്റീരിയൽ അകത്ത് പോകുന്നു, എത്ര പുറത്തേക്ക് വരുന്നു. അതായത് അക്യുമുലേഷൻ ഈക്വൽ ടു ഇൻഫ്ലുവൻ മൈനസ് ഔട്ട്ഫ്ലോ പ്ലസ് ജനറേഷൻ. അതായത് അകത്ത് വന്നത് പ്ലസ് പോയത് പ്ലസ് ഉണ്ടാക്കിയ വേസ്റ്റ്, ഇതാണ് മൊത്തം ഒരു അക്യുമുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എത്രയാണ് ശേഷിച്ചത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ പ്ലസ് ജനറേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ ഇതിനെ കുറിച്ചിട്ട്, ആ ഒരു വേസ്റ്റ് ജനറേഷനെ കുറിച്ചിട്ട് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായില്ലേ. ഇനി അതിന് നമ്മൾ അടുത്ത ഇതാണ് വേസ്റ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, വേസ്റ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത്, നമുക്കറിയാലോ ഓരോ പ്ലേസിലും ഓരോ വേസ്റ്റ് സ്റ്റോറേജ് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലായാലും എവറിവേർ ദർ ഇസ് എ കളേഴ്സ് ഓഫ് വേസ്റ്റ് കണ്ടെയ്നേഴ്സ്. ഓരോ തരത്തിലും ഓരോ കളേഴ്സ്. ഇപ്പൊ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നർ വെച്ചിട്ട് അത് അതിലിടണം, പേപ്പർ വേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ. ആ ഒരു വേസ്റ്റ് സ്റ്റോറേജ് ചെയ്യും. സ്റ്റാൻഡേർഡൈസ്ഡ് കണ്ടെയ്നേഴ്സ് ഫോർ കളക്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഹൗസ് ഹോൾഡ് ആയാലും കൊമേഴ്ഷ്യൽ ആയാലും സ്ട്രീറ്റ് വേസ്റ്റ് ആയാലും ഇതിനൊക്കെ അതിന് കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. ഓക്കെ, ദെൻ കളക്ഷൻ. കളക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് വാഹനത്തില് എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെയാണ് ശേഖരിക്കുന്നുണ്ട് തീരുമാനിക്കുകയാണ്. നമുക്ക് മൈക്രോ റൂട്ടിംഗ് ഉണ്ട്, മാക്രോ റൂട്ടിംഗ് ഉണ്ട്. മൈക്രോ റൂട്ടിംഗ് എന്ന് പറയുന്നത് വിത്തിൻ അസൈൻഡ് കളക്ഷൻ സോൺ. ഓരോരോ പ്രദേശത്ത് ഓരോരോ ആ ഒരു പ്രദേശത്തിൽ, ഒരു നിശ്ചിത പ്രദേശത്തിൽ ഏത് വെഹിക്കിൾ എങ്ങനെ സഞ്ചരിക്കണം, ഏതൊക്കെ ഇതിൽ കൂടെയൊക്കെ പോകണം എന്ന് തീരുമാനിക്കുന്നത്. ഏത് സ്ട്രീറ്റ് വഴി പോകണം, 1 വേ റോട്ടിൽ കൂടെ പോകണോ, 2 വേ റോട്ടിൽ കൂടെ, ഏത് വീട്ടിലെടുക്കണം, എത്രയൊക്കെ വീട്ടിലെടുക്കണം. ഒരു ചെറിയൊരു മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അളവ് അല്ലേ, ഒരു കൺസേൺ ആയിട്ടുള്ള പോകണം, ഒരു ചെറിയൊരു ലൊക്കേഷനിൽ പോയിട്ട് എടുക്കുന്ന. ഓക്കെ, അടുത്ത മാക്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് പേരിൽ തന്നെ ഉണ്ട് അല്ലെ, വലിയ തരത്തിൽ റൂട്ട് പ്ലാൻ ചെയ്യുന്ന ലാർജ് സ്കെയിൽ. മൈക്രോ എന്ന് പറയുമ്പോൾ ചെറിയൊരു ലൊക്കേഷനിൽ വേസ്റ്റ് എങ്ങനെ എടുക്കുന്നത്. മാക്രോ എന്ന് പറയുമ്പോൾ കളക്ഷൻ ഏരിയ മുതൽ ചിലപ്പോൾ ലാൻഡ് സൈഡിലേക്കോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സൈറ്റിലേക്കോ ഡിസ്പോസൽ സൈറ്റിലേക്കൊക്കെ പോകുന്നതാണ്. ഓക്കെ, labor requirements in collection site depends on the type of service provided അല്ലെ. അവിടെ ഉള്ള ആൾക്കാരെ എന്ത് തൊഴിൽ അവിടെ ഉള്ള സർവീസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും എത്ര തൊഴിലാളികൾ വേണം. ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേഷനറി കണ്ടെയ്നർ സിസ്റ്റം ഉണ്ട്. ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ കണ്ടെയ്നറിലേ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങളെ? എനിക്കറിയില്ല, ഫോറിനിലൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. കളക്ഷൻ സിസ്റ്റം which containers used for storage of wastes are hauled to processing, transfer or disposal site. അതായത് ആ വേസ്റ്റിൽ ആ ഒരു കണ്ടെയ്നേഴ്സിൽ ആക്കി വെച്ചിട്ടുണ്ടാവും വേസ്റ്റ് ഒക്കെ. ആ വേസ്റ്റ് നിറഞ്ഞ ആ കണ്ടെയ്നർ തന്നെ വാഹനത്തിൽ വെച്ചിട്ട് അത് പ്രോസസ്സിംഗ് പ്ലാന്റിലേക്കോ ട്രാൻസ്ഫർ സ്റ്റേഷനിലേക്കോ ഡിസ്പോസലിലേക്കോ കൊണ്ടുപോകാം. അതിനുശേഷം അവിടെ കൊണ്ടുപോയിട്ട് ആ കണ്ടെയ്നർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞ് അത് തിരിച്ചു കൊണ്ടുവരും. അതാണ് നമ്മൾ വലിയ ഇൻഡസ്ട്രീസിലും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കാണ്. സാധാരണ സ്ഥലത്തേക്കാണെങ്കിൽ ചിലപ്പോൾ വേസ്റ്റ് അവർ കളക്ട് ചെയ്യും, വലിയ ഒരു കവറിലൊക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ട്രാൻസ്ഫർ സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് പിന്നെ ഡിസ്പോസൽ സൈറ്റിലേക്ക് കൊടുക്കും. പക്ഷെ വലിയ വലിയ ഇൻഡസ്ട്രീസ് അതുപോലെയൊക്കെ ആവുന്ന സമയത്ത് അത് പറ്റില്ല. അപ്പൊ അവരെല്ലാം ഒരു കണ്ടെയ്നറിലാണ് ഇടുക. ആ കണ്ടെയ്നറിൽ ഇട്ട ശേഷം ആ കണ്ടെയ്നർ വെഹിക്കിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ഡിസ്പോസൽ സൈറ്റിൽ കൊണ്ടുപോയി കളഞ്ഞ ശേഷം കൊണ്ടുവന്ന് തിരിച്ച് കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് ഹോൾഡ് കണ്ടെയ്നർ സിസ്റ്റം എന്ന് പറയുന്നത്. സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ളതാണ്. ഓക്കെ, സ്റ്റോറേജ് പോസ്റ്റ് ജനറേഷൻ ചെയ്യും. അത് പിന്നീട് നമ്മൾ ഓരോ പെട്ടി ഓരോ വലിയ വലിയ ഡബ്ബയിൽ കൊണ്ടല്ലേ, അത് കണ്ടെയ്നേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും. അവിടെ നമ്മൾ വേസ്റ്റ് മാത്രം എടുത്തിട്ട് പോയിട്ട് കണ്ടെയ്നർ അവിടെ തന്നെ വെക്കും. വേസ്റ്റ് മാത്രം എടുത്തിട്ട് ആ വണ്ടിയിലേക്ക് ഇട്ടിട്ട് കണ്ടെയ്നർ അവിടെ തന്നെ വെക്കുന്നതാണ് സ്റ്റേഷനറി. ഓക്കെ, ഇനി ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്പോർട്ട്, മാലിന്യം മാറ്റുക കൊണ്ടുപോവുക ചെയ്യുന്നത് അല്ലെ. വെഹിക്കിൾസ് ഷുഡ് സാറ്റിസ്ഫൈ ദ ഫോളോ. ഇതൊക്കെ എന്തൊക്കെയാണ് പാലിക്കേണ്ട കാര്യങ്ങൾ? ലോഡിംഗ് വെയിറ്റ് 1.5 മീറ്ററിൽ കൂടുതലാകരുത്. അതേപോലെ തന്നെ ടിപ്പിംഗ് ഗിയർ
വെഹിക്കിൾസിന്റെ ടിപ്പിംഗ് അറേഞ്ച്മെന്റ് അല്ലെ, അൺലോഡിങ് ആണ്, ഒരുപാട് പിന്നിലെ ഭാഗം ഉയർത്തി വേസ്റ്റ് വേഗത്തിൽ ഇറക്കാനുള്ള സംവിധാനം. നമ്മൾ ലോറീസിലൊക്കെയാണ് അത് ഉണ്ടാവുക അല്ലെ, കാരണം എടുത്തിടാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ ആ ഒരു ടിപ്പിംഗ് ഗിയർ ഉണ്ടാവണം. അതേപോലെ തന്നെ വെഹിക്കിൾ അടയ്ക്കുന്ന തരത്തിലായിരിക്കണം, കവേർഡ് ബോഡി ആയിരിക്കും. കാരണം എന്ത് വരും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ സ്മെല്ല് വരും. അതേപോലെ തന്നെ വേസ്റ്റ് പുറത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡിസീസസ് പകരാൻ കൂടുതൽ സാധ്യതയുണ്ട് കവേർഡ് ബോഡി അല്ലെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള വെഹിക്കിൾസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കിലോമീറ്റർ പെർ കിലോമീറ്ററിൽ നമ്മൾ അതിന്റെ ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ കുറെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ സ്റ്റേഷൻസ് ഉണ്ട്. സ്മോളറിലാണെങ്കിൽ എത്ര സ്മോളർ ട്രാൻസ്ഫർ സ്റ്റേഷൻ എത്ര ഹോൾഡ് ചെയ്യും? 100 tons per day ഹോൾഡ് ചെയ്യും. മീഡിയം ആണെങ്കിൽ 100 to 500 tons per day ചെയ്യും. ലാർജർ ട്രാൻസ്ഫർ സ്റ്റേഷൻസ് ആണെങ്കിൽ വലിയ കളക്ഷൻ വെഹിക്കിൾ അതിന്. അപ്പൊ അടുത്ത് വേസ്റ്റ് പ്രോസസ്സിംഗ് ആണ് അല്ലെ. വേസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത വേസ്റ്റിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുക, അല്ലെങ്കിൽ അതിന്റെ സൈസ് വോളിയം റിഡക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എനർജി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വീണ്ടെടുക്കുക. ഈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വേസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് മെക്കാനിക്കൽ വോളിയം ആൻഡ് സൈസ് റിഡക്ഷൻ. ഇതിന് മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഈസ് ടു റെഡ്യൂസ് ദ വോളിയം അല്ലെ, വോളിയം കുറയ്ക്കുക, അതേപോലെ തന്നെ അതിന്റെ സൈസ് കുറയ്ക്കുക, അതേപോലെ അത് ഒറിജിനൽ ഫോമിൽ നിന്ന് ഇതിന്റെ സൈസ് കുറച്ചിട്ട് ആൻഡ് പ്രൊഡക്റ്റ് വേസ്റ്റ് ഓഫ് യൂണിഫോം സൈസിലാക്കുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റോറേജ് എളുപ്പമാക്കാൻ, ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കാൻ, റീസൈക്ലിംഗ് എളുപ്പമാക്കാൻ, ഡിസ്പോസൽ കോസ്റ്റ് കുറയ്ക്കാൻ. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഈ ഒരു വോളിയം സൈസ് ആൻഡ് റിഡക്ഷന്റെ. ഓക്കെ, വോളിയം റിഡക്ഷൻ ആൻഡ് കോമ്പാക്ഷൻ, അതായത് നമ്മൾ അമർത്തി ചെറുതാക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ. നമ്മൾ അതിനെ അമർത്തിയിട്ട് ചെറുതാക്കുക, അതിന്റെ വോളിയം റിഡക്ഷൻ ചെയ്യാം. അമർത്തി ചെറിയ സ്ഥലത്തിലേക്ക് ഒതുക്കുന്നതാണ് അല്ലെ. വലിയ വലിയ സാധനത്തിന് സൈസ് റിഡക്ഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അതിനെ പറയുന്നത്. വലിയ പ്ലാസ്റ്റിക് ബോട്ടുകളൊക്കെ ചെറുതാക്കുക, വേറെ യൂസ്ഫുൾ ആക്കുക. ഇതിന് വേസ്റ്റിന്റെ വോളിയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മെയിൻ ആയിട്ട് ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് അച്ചീവ്ഡ് ബൈ മെക്കാനിക്കൽ മെത്തേഡ്, തേർമൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ്. മെക്കാനിക്കൽ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം, തേർമൽ ഹീറ്റ് ഉപയോഗിച്ച് നമുക്ക് വോളിയം കുറയ്ക്കാം, അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ ഉപയോഗിച്ച് മാറ്റം വരുത്താം. ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വോളിയം റിഡക്ഷൻ ഓഫ് കോമ്പാക്ഷൻ. അടുത്തത് സൈസ് റിഡക്ഷൻ ഓർ ഷ്രെഡിങ്. സൈസ് റിഡക്ഷൻ ചെറുതായിട്ട് മുറിക്കുക, ഷ്രെഡിങ് എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്ന അർത്ഥം. അതായത് വലിയ വേസ്റ്റുകൾ നമ്മൾ ചെറിയ പീസുകളാക്കുക. എക്സാമ്പിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്, വുഡ്, അതേപോലെ തന്നെ പേപ്പർ, മെറ്റൽ. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആ യൂണിഫോം സൈസ് ഇത് കിട്ടാൻ, അതേപോലെ തന്നെ കോമ്പോസ്റ്റിംഗ് എളുപ്പമാക്കാൻ, റീസൈക്ലിംഗ് എളുപ്പമാക്കാൻ, പ്രോസസ്സിംഗ് വേഗത്തിലാക്കാൻ, ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്നത്. ഇതിന് യൂസ് ചെയ്യുന്ന മെക്കാനിസം ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാലോ, പൊട്ടിക്കുക. ഗ്രിൻഡിങ് പൊടിക്കുന്ന ചെറുതാക്കുക, ക്രഷിംഗ് അമർത്തി ചെറുതാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് സൈസ് റിഡക്ഷൻ ഷ്രെഡിങ് ചെയ്യാം. അടുത്തത് സോഴ്സ് റിഡക്ഷൻ ആണ്. അതായത് സോഴ്സിൽ നിന്ന് തന്നെ അതിന്റെ സോഴ്സിൽ നിന്ന് തന്നെ അതിനെ കുറയ്ക്കുക ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെയാണ് സോഴ്സിൽ നിന്ന് തന്നെ കുറയ്ക്കുന്നത്? ഏറ്റവും വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും വലിയ ബെസ്റ്റ് പ്രാക്ടീസ് ആണത്. കാരണം ടോക്സിസിറ്റി ഓഫ് മെറ്റീരിയൽസ് നമുക്ക് കുറയ്ക്കാം, അല്ലെ. ടോക്സിക് മെറ്റീരിയൽസ് ഹെൽത്തിനും എൻവയോൺമെന്റിനും മറ്റേ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കുറയ്ക്കാം. അതുപോലെ പ്രൊഡക്റ്റ് നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് റീഡിസൈനിങ് ചെയ്യാം അല്ലെ. കുറെ കാലം ലൈഫ് സ്പാനും അല്ലെങ്കിൽ റീയൂസബിലിറ്റി, റിപ്പയറബിലിറ്റി ഒക്കെ ഉള്ള റിപ്പയർ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് നമുക്ക് റീഡിസൈൻ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് റിക്കവറി അല്ലെ. റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ടു റിക്കവർ യൂസ്ഫുൾ മെറ്റീരിയൽ ഫ്രം മിക്സ്ഡ് വേസ്റ്റ്. അതായത് മിക്സ്ഡ് വേസ്റ്റിൽ നിന്നും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വേസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ വേർതിരിച്ചെടുക്കുക. പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ, ഇതൊക്കെയാണ് മിക്സ്ഡ് വേസ്റ്റ്. ഒന്നുകൂടി പറയാം, മിക്സ്ഡ് വേസ്റ്റിൽ നിന്നും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് നമ്മൾ വേർതിരിച്ചെടുക്കുക. ഇതാണ് റിക്കവറി. അത് റീസൈക്ലിംഗ് നമുക്കറിയാം. റീസൈക്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? പഴയതായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിലാണ്. ഇത് ചെയ്യുന്നതിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓൾ പ്രൊഡക്ട്സ് കളക്ട് ചെയ്യും, പ്രോസസ് ചെയ്യും, അതിനുശേഷം സോർട്ട് ചെയ്യും, ക്ലീൻ ചെയ്യും, അതിനുശേഷം അത് റീസൈക്കിൾ ചെയ്ത് മാനുഫാക്ചറിങ് ടു ന്യൂ പ്രൊഡക്ട്സ്. ഓക്കെ,
process ends with purchasing of recycled good by the customers. നമുക്ക് ഇതിനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ സംരക്ഷിക്കുന്നു, പൊല്യൂഷൻ കുറയുന്നു, അതേപോലെ തന്നെ നമുക്ക് എനർജി നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റീസൈക്ലിംഗ് പ്രോസസ്സ് ഇതിൽ വരുന്ന സ്റ്റേജസ് നമ്മൾ ഒന്നുകൂടി പറയാം. എന്തൊക്കെയാണ് റീസൈക്ലിംഗ് പ്രോസസ്സിൽ വരുന്ന? കളക്ടിങ് ആൻഡ് പ്രോസസ്സിംഗ്, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് വരുന്നുണ്ട്, കൺസ്യൂമർ പർച്ചേസ് അല്ലെ, പുതിയ റീസൈക്കിൾ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങിക്കുന്നത്, അത് ആൻഡ് ദെൻ നമ്മൾ റീസൈക്ലിംഗ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് പ്രോസസ്സിങ്, നമ്മൾ ഒരു ട്രാൻസ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് അടുത്ത വരുന്നതാണ് വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. ഓക്കെ, നമുക്ക് എടുത്താലോ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. ആ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡിൽ ആദ്യമായിട്ട് വരുന്നതാണ് അൺകൺട്രോൾഡ് ഡംപിങ് ഓർ നോൺ എഞ്ചിനീയറിംഗ് ഡെബർട്ട്. അതായത് ഒരു ഡംപിങ്, ഒരു ഏരിയ നമ്മളിപ്പോൾ ഡംപിങ്ങിന് വേണ്ടി ഒരു ഏരിയ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, എഞ്ചിനീയർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്താണ് കൂടുതലായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ഇതാണിത് അല്ലേ. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ ആണ് ഇന്ത്യയിലുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ വേൾഡിലൊക്കെ കുറെ ഉള്ളത്. ഇവിടെ എന്താണ്, കുറെ അധികം സോളിഡ് വേസ്റ്റസ് ഒക്കെ അല്ല, ചിലപ്പോൾ ഒരു വാട്ടർ ബോഡീസിൽ കൊണ്ടിടും, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഏരിയയിൽ കൊണ്ടിടും, ആൾക്കാരൊന്നും ഇല്ലാത്ത അവിടെ കൊണ്ടിടും. ഇതാണ് മെയിൻ ആയിട്ട് കാണുന്നത്. അതിന് വേണ്ടി സംരക്ഷിച്ചിട്ടുള്ള ആ സ്ഥലങ്ങളിൽ ഇടാതെ എവിടെയെങ്കിലൊക്കെ കൊണ്ട് ഇടുക. ഓക്കെ, ദിസ് റിമൈൻ അറ്റ് ദ സൈറ്റ് ഫോർ എ prolonged period of time cause health risk and environmental degradation. Of course, നമുക്കറിയാലേ ഇത് കുറേ കാലം, ഇപ്പൊ നമുക്കിപ്പോൾ ഫുഡ് വേസ്റ്റ് ആണ് അല്ലെങ്കിൽ പേപ്പർ വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ അത് ഫുഡിൽ സോയിലിൽ ഡീഗ്രേഡ് ചെയ്തിട്ട് പോവും, മൈക്രോ ഓർഗാനിസംസ് കാരണം. പക്ഷെ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒന്നും നമുക്ക് ഒരിക്കലും അത് ഡീഗ്രേഡ് ആവില്ല. അതെന്ത് ചെയ്യും, അവിടെ കിടന്ന് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. അതുതന്നെയാണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, രണ്ടാമത്തെയാണ് സാനിറ്ററി ലാൻഡ്ഫിൽ. സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എഞ്ചിനീയർഡ് വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ് ഫോർ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഇസ് മിനിമൈസ്ഡ് ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ഒരുവിധം ഒരു പരിമിതിയോളം നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ഒരു പൊല്യൂഷൻ ആയാലും ആ ഒരു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഒക്കെ, അത് നമ്മൾ സുരക്ഷിതമായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ശാസ്ത്രീയമായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഡിസ്പോസൽ സൈറ്റ് ആണ് ഈ ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്, സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടി എൻവയോൺമെന്റിന് ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് അല്ലെ പരിമിതിയോളം നമുക്ക് മണ്ണിനടിയിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്, ഈ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. ഒരു ഡംപിങ് അല്ല, ഇതൊരു ഡംപിങ് എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യുന്നതല്ല, എഞ്ചിനീയർഡ് ഡിസൈൻ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കുന്ന ഒരു ലാൻഡ്ഫിൽ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലാൻഡ്ഫിൽ ഉപയോഗിക്കുന്നത്? നമുക്ക് നമ്മുടെ മണ്ണ് ഇപ്പൊ നമുക്കിപ്പോ സാധാരണ രീതിയിലുള്ള സ്ഥലത്ത് ഇടുകയാണെങ്കിൽ നമ്മുടെ സോയിൽ പൊല്യൂട്ട് ആവും, അതേപോലത്തെ അണ്ടർഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആവും, അതേപോലെ തന്നെ ഗ്രേറ്റ് സ്മെല്ല്, വളരെയധികം സ്മെല്ല് ഉണ്ടാക്കും. അതേപോലെ തന്നെ നമുക്ക് കുറേ അധികം രോഗാണുക്കൾ പകർത്തി ഒരുപാട് അസുഖങ്ങൾ വരും, അതേപോലത്തെ ടോക്സിക് കെമിക്കൽസ് ഉണ്ടാവും. ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സാനിറ്ററി ലാൻഡ്ഫിൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 4 requirements ഉണ്ട്. The 4 requirements of a sanitary landfill full of partially hydrological isolations ഉണ്ടാവും, അതുപോലെ തന്നെ ഫോം ആയിട്ടുള്ള engineering preparations, permanent control, planned waste emplacement and covering, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ സാനിറ്ററി ലാൻഡ്ഫിൽസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്തത് ലീച്ചേറ്റ്. ഇതിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് ലീച്ചേറ്റ്. ലീച്ചേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് ലാൻഡ്ഫിൽ എന്ന് പറയുന്നതിലൂടെ വെള്ളം വേസ്റ്റിലൂടെ ഉള്ള അല്ലെങ്കിൽ വെള്ളമൊക്കെ പോകുമ്പോൾ അത് നമുക്ക് പുറത്തേക്ക് വരാനുള്ള, അത് നമ്മൾ അതായത് നമുക്കിപ്പോൾ സാധാരണ അവിടെ തങ്ങി നിൽക്കാതെ ആ ഒരു പോകുന്ന സാധനങ്ങളെല്ലാം പുറത്തേക്ക് കടന്നു പോകുമ്പോൾ അത് ദ്രാവകമായിട്ട്, അത് അങ്ങനത്തെ ഒരു ലിക്വിഡ് ആയിട്ട് പുറത്തേക്ക് വരുന്ന, പുറത്തത് ആ ഒരു വേസ്റ്റിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം അല്ലെ, ആ വെള്ളത്തിനെയാണ് ലീച്ചേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഗ്രൗണ്ട് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കും, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ഇത് നിയന്ത്രിക്കാനുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു സാനിറ്ററി ലാൻഡ്ഫില്ലിൽ കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഹൈഡ്രോളജിക്കൽ ഐസൊലേഷൻ, അത് ജലത്തിൽ നിന്നുള്ള വേർതിരിക്കൽ നമ്മൾ ചെയ്യുന്നുണ്ട്, എഞ്ചിനീയറിംഗ് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്, പെർമനന്റ് ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്നുണ്ട്, വേസ്റ്റ് പ്ലേസ്മെന്റ് കവറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ലാൻഡ്ഫിൽ സെൽസ്. ലാൻഡ്ഫിൽ സെൽസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലാൻഡ്ഫില്ലിനെ നമ്മൾ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ പാർട്സിനെയാണ് നമ്മൾ സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ സെല്ലിലും നമ്മൾ
ഒരു പെർട്ടിക്കുലർ അളവിൽ നമ്മൾ വേസ്റ്റ് ഇടും. ഓക്കെ, എന്നിട്ട് ഒരു സെല്ലിൽ മറ്റൊന്നിന്റെ ഇടയിൽ നമുക്കൊരു ബാരിയർ ഉണ്ടാക്കും. ആ ബാരിയർ നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ബാരിയർ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ക്ലേ ആണ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ലീച്ചേറ്റ്, ആ വെള്ളം വേസ്റ്റിൽ നിന്ന് വരുന്ന അത് പുറത്തേക്ക് പോയിട്ട് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൽസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ലീച്ചേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളം. ഓക്കെ, അതായത് ആ ഒരു വെള്ളം അല്ലെങ്കിൽ മഴ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലുള്ള വേസ്റ്റിലുള്ള വെള്ളമൊക്കെ വരുന്ന ആ ഒരു മലിനമായിട്ടുള്ള വെള്ളത്തിനെയാണ് നമ്മൾ ലീച്ചേറ്റ് എന്ന് പറയുന്നത്. അത് വളരെയധികം പൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇവർ സെൽസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലേ കൊണ്ടുള്ള സെൽസ് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ലീച്ചേറ്റിൽ നിന്നും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ല അതിനെ കുറിച്ചിട്ട്. നമുക്ക് ഇനി അടുത്ത് നോക്കാം. മെയിൻ കോമ്പണൻസ് ഉണ്ട് അല്ലെ, സാനിറ്ററി ലൈൻഫാനില് 3 കോമ്പണൻസ് ഉണ്ട്. ആദ്യത്തെയാണ് ലൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ലൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ബോട്ടം ആയിട്ടുള്ളത്, സോയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഗ്രൗണ്ട് വാട്ടറിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സെല്ല് ഞാൻ പറഞ്ഞില്ലേ, ഓരോ വേസ്റ്റ് ലെയറിലായിട്ട് നമ്മൾ നിറയ്ക്കും. എന്തിനാണ്? പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മേല് അതായത് മുകളിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഇത്. മഴവെള്ളം അകത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ സ്മെല്ല് വളരെയധികം ദുർഗന്ധമായിരിക്കും, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഗ്യാസ് ലീക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ക്യാപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്യൂർഡ് ലാൻഡ്ഫിൽസ്. അടുത്തതാണ് സെക്യൂർഡ് ലാൻഡ്ഫിൽസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു ലാൻഡ്ഫിൽ ആണിത്. ഓക്കെ, വളരെ ഹസാഡസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നതാണ്. ഹൈ സ്പെസിഫിക്കേഷൻ കണ്ടാമിനേഷൻ ബാരിയർ ഇത് കൂടുതൽ കെമിക്കൽ വേസ്റ്റ്, ടോക്സിക് വേസ്റ്റ്, അപ്പോൾ ഇൻഡസ്ട്രിയൽ ഹസാഡസ് വേസ്റ്റ്, ഇതിനൊക്കെ വേണ്ടി കുറച്ചുകൂടി ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലീനിയർ സിസ്റ്റത്തിന് ഉപയോഗിക്കാം. അത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണത്. Okay, waste landfills or inerted gas, waste landfills or inerted cells, waste that not remain in പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കെമിക്കൽ ബയോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് കോമ്പോസ്റ്റിംഗ് ആണ്. കോമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് ഓർഗാനിക് എലമെന്റ് അല്ലെ ഡീകേ ചെയ്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ, ടെമ്പറേച്ചർ, മോയ്സ്ചർ ഒക്കെ കൊടുത്തിട്ട് ബയോളജിക്കൽ പ്രോസസ്സിൽ കൂടെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, വേസ്റ്റ് മെറ്റീരിയൽസ് ഡീകമ്പോസ്റ്റ് മൈക്രോബ്സ് റെഡ്യൂസ് വോളിയം 50% നമുക്ക് കുറയ്ക്കാൻ പറ്റും. കോമ്പോസ്റ്റ് ഒരു ഹ്യൂമസ് ആണ്. നമ്മൾ സെബിലേസ് പ്രൊഡക്റ്റ് ഇത് നമ്മൾ ഇതാക്കുന്നത്. ടെക്സ്ചർ ആൻഡ് ഓഡർ സ്മെൽസ് ഉണ്ടാവും. നമുക്കത് സോയിൽ കണ്ടീഷണേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇൻക്രീസിംഗ് പ്രോപ്പർ ഓർ മോർ എൻവയോൺമെന്റൽ റെഗുലേഷൻസ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കാർബൺ നൈട്രജൻ റേഷ്യോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് സൂറ്റബിൾ pH ഇതിന് കൊടുക്കേണ്ടത്, ഇതെല്ലാം നന്നായിട്ട് വായിക്കണം. ഓക്കെ, അടുത്ത വേർമി കൾച്ചർ നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്പെസിഫിക് എർത്ത് വേം സ്പീഷീസ് ഉപയോഗിച്ച് ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ ന്യൂട്രിയൻ റിച്ച് കോമ്പണൻസ് ആക്കി മാറ്റുന്നതാണ്. മെയിൻ ആയിട്ട് വേർമി കൾച്ചർ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്പെസിഫിക് എർത്ത് വേംസ് ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ എർത്ത് വേംസിന് ഒരു എബിലിറ്റി ഉണ്ട്, ഡീകമ്പോസിങ് ഓർഗാനിക് മാറ്ററിനെയൊക്കെ ഫ്ലഷ് ചെയ്തിട്ട് വളരെയധികം ന്യൂട്രിയൻ റിച്ച് കോമ്പണൻസ് മണ്ണിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം എബിലിറ്റി അതിനുണ്ട്. അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വേർമി കൾച്ചർ നമ്മൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? വേർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, വേം കാസ്റ്റിംഗ്സ് ആർ ടെക്നിക്കലി വോം വേസ്റ്റ് ആൻഡ് ഫൈൻ ന്യൂട്രിയൻ റിച്ച് ഓർഗാനിക് സോയിൽ സപ്ലിമെന്റ്. അതുപോലെ തന്നെ വേർമി ടെക് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പോസ്റ്റിംഗ്, സോയിൽ ബയോമെഡിയേഷൻ ആൻഡ് അതർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. And then surface dwellers, subsurface dwellers and subsoil dwellers. Okay, അപ്പോൾ സർഫസ് ഡ്വെല്ലേഴ്സ് എന്ന് പറയുന്നത് ഇത് മണ്ണിന്റെ മുകളിൽ ജീവിക്കുന്ന ഒരു മണ്ണിലുള്ള ആ ഒരു എർത്ത് ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് ഇതിനെ നമ്മൾ എപ്പിജീക് എർത്ത് വേംസ് എന്ന് പറയുന്നു. ഇത് മണ്ണിന്റെ മുകളിലുള്ള ഓർഗാനിക് ലെയറിലാണ് ജീവിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഇലകൾ, അതേപോലെ തന്നെ പുല്ലുകൾ, ക്രോപ്പ് റെസിഡ്യൂ തുടങ്ങിയ ഓർഗാനിക് മാറ്റർ ഉള്ള ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സാധാരണ ആയിട്ടുള്ള അഗ്രികൾച്ചർ സോയിലൊന്നും കൂടുതലായിട്ട് കാണില്ല, ഓർഗാനിക് ലെയറിൽ ജീവിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഈ ഒരു എർത്ത് വേംസ് എന്ന് പറയുന്നത്. അടുത്ത സബ് സർഫസ് ഡീലേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൾച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൾച്ചിങ്, മണ്ണിന് മുകളിലുള്ള ഇലകൾ, പുല്ല് തുടങ്ങിയത് മൾച്ചിങ് ചെയ്ത് നമുക്ക് ഭക്ഷണം അവരുടെ ലഭിക്കും, അതേപോലെ താമസിക്കാൻ സുരക്ഷിത ലഭിക്കാതെ ചെയ്യും. കമ്പോസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേട്ടോ, അത് എന്തിനാണെന്ന് ആലോചിക്കണ്ട. ഓക്കെ, അടുത്ത സബ് സർഫസ് ഡ്വെല്ലേഴ്സ്. ഇത് ഇടതരം ബാക്ടീരിയ, മറ്റേത് മുകളിലാണ്, ഇതൊരു ഇടതരം
ഇടത്തരം, അതായത് ഒരു മീഡിയം ലെവലിൽ അത് ചെയ്യിക്കുന്നതാണ്. horizontal and vertical bureaus known as drillospears, they created them the soil, the sustain soil communication. ഈ ഒരു ഇത് എൻഡോജെനിക് എർത്ത് എന്ന് പറയുന്നത് ഇത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ടണൽസ് ഉണ്ടാക്കി ജീവിക്കുന്നു. ഈ ടണൽസിൽ നമ്മൾ ഡ്രിലോസ്ഫിയർ എന്ന് പറയും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് മണ്ണിന് ചെറുതായിട്ട് ഘടന ഉണ്ടാക്കുന്നു, മറ്റേ അസിസ്റ്റഡ് സോയിൽ ചെയ്യും. ഓക്കെ, അത് ബ്രേക്ക് ഡൗൺ സോയിൽ ഇൻ ടു ഫൈനർ സ്ട്രക്ചേഴ്സ് ഒക്കെ ആക്കും. ഇതിനെ നമ്മൾ സോയിൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് മെയിൻലി നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ വലിയ സോയിൽ പാർട്ടിക്കിൾസിനെ ചെറുതാക്കുക. ഓക്കെ, ഇവർ ഫുഡ് ആക്കുന്നത് മണ്ണിൽ ഭാഗ്യമായിട്ട് വരുന്ന ആ ഒരു ഓർഗാനിക് മാറ്ററിനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. സോയിൽ ഫെർട്ടിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്ത സബ് സോയിൽ ഡ്വലേഴ്സ്, ഇത് ഏറ്റവും ഡീപ്പ് ഭാഗത്ത് ജീവിക്കുന്ന എർത്ത് വർംസ് ആണ്. 5 feet അടിയിൽ ആഴത്തിലുണ്ടാവും. ഇതിന് നമ്മൾ പെർമനന്റ് ബൂറോസ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ മറ്റേ ബ്യൂറോസ് ക്യാപ്ഡ് ബൈ ക്രോപ്പ് റെസിഡ്യൂ ദാറ്റ് പുൾ ഇൻ ടു ദ എൻട്രൻസ്. അടിയിൽ നമ്മൾ മുകളിലൊക്കെ ഫുൾ അടഞ്ഞിട്ടുണ്ടാവും, അത് അത്രയും ആഴത്തിലാണ് ഇത് കാണുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സോയിൽ മിക്സിംഗ്, വാട്ടർ ഇൻഫിൽട്രേഷൻ ആൻഡ് ദെൻ റൂട്ട് ഗ്രോത്ത്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു വെർമി കൾച്ചറിന്റെ കൂടെ ഈ 3 സാധനങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. സർഫസ് ഡ്വെല്ലേഴ്സ്, സബ് സർഫസ് ഡ്വെല്ലേഴ്സ് ആൻഡ് സബ് സോയിൽ ഡ്വെല്ലേഴ്സ്. ആൻഡ് ദെൻ ഇൻസിനേഷൻ നമ്മൾ വളരെയധികം ഹൈ ടെമ്പറേച്ചറിൽ കൺട്രോൾഡ് ബേണിംഗ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് അതർ ബയോളജിക്കൽ വേസ്റ്റ്, ഹൈ ടെമ്പറേച്ചർ നമ്മൾ റെഡ്യൂസ് ചെയ്യുക അതിന്റെ വോളിയം. ഓക്കെ, ഇതാണ് അതിന്റെ വളരെയധികം ടെമ്പറേച്ചറിൽ കത്തിക്കുന്ന ഒരു രീതിയാണ്. എത്ര തരം ടെമ്പറേച്ചർ? 1200 ഡിഗ്രി സെൽഷ്യസ് ടു 1500 സെൽഷ്യസിൽ വരുന്ന ടെമ്പറേച്ചർ ഉണ്ടാകും. ഇത് ഏത് വേസ്റ്റ് ആണ്? ഹോസ്പിറ്റൽ വേസ്റ്റ്, ബയോഡെമിക്കൽ വേസ്റ്റ്, ഇൻഫിഷ്യസ് വേസ്റ്റ്. ഇത് കത്തിക്കുന്ന സമയത്ത് കുറേയധികം കാർബൺ ഡൈ ഓക്സൈഡ്, ആഷ് ഒക്കെ ആവും ഇത് കത്തിക്കുന്ന സമയത്ത്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ കത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ആഷ് ആയിട്ടും ആകും. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ രോഗാണുക്കൾ നശിക്കും, അതേപോലെ തന്നെ വേസ്റ്റ് വോളിയം കുറയും, സേഫ് ഡിസ്പോസലും കിട്ടും. അടുത്തത് ഗ്യാസിഫിക്കേഷൻ. ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ കോമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് കണ്ടെയ്ൻ ലാർജ് നമ്പേഴ്സ് ഓഫ് കാർബൺ കണ്ടന്റ്. കാർബൺ കൂടുതലുള്ള ഓർഗാനിക് വേസ്റ്റിനെ നമ്മൾ കുറഞ്ഞ ഓക്സിജനിൽ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി ഗ്യാസ് ആക്കി മാറ്റുന്ന പ്രോസസ്സ്. ഒന്നുകൂടി പറയാം, അതായത് കാർബൺ കൂടുതലുള്ള ഓർഗാനിക് വേസ്റ്റിനെ കുറഞ്ഞ ഓക്സിജനിൽ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി ഗ്യാസ് ആക്കി മാറ്റുന്നത്. 1000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഉണ്ടാവും. ഇതിൽ കൂടി ഉണ്ടാകുന്ന ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ, മീഥേൻ. ഇതിന്റെ മെയിൻ ആയിട്ട് എനർജി പ്രൊഡക്ഷനും വേസ്റ്റ് വോളിയം റിഡക്ഷനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ മേജർ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. അടുത്തത് റെഫ്യൂസ്ഡ് ഡിറൈവ്ഡ് ഫ്യൂവലും സോളിഡ് റിക്കവർ ഫ്യൂവലും. ഈ റെഫ്യൂസ്ഡ് ഡിറൈവ്ഡ് ഫ്യൂവൽ എന്ന് പറയുന്നത് റോ വേസ്റ്റിൽ നിന്ന് കത്തിക്കുന്ന ഭാഗങ്ങൾ, അതായത് റോ വേസ്റ്റിൽ നിന്ന് കത്തിക്കുന്ന പറ്റുന്ന വേർതിരിച്ച് നമ്മൾ ഫ്യൂവൽ ആക്കുന്ന രീതിയാണ്. ഓക്കെ, റോ വേസ്റ്റ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ളത് ചെയ്യും. അത് ചെയ്യുന്ന സെപ്പറേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് സ്ക്രീനിങ്, എയർ ക്ലാസിഫിക്കേഷൻ, ബാസിലൈഡ് സെപ്പറേഷൻസ് ആണ്. ഇതിൽ ഉൾപ്പെടുന്ന മെറ്റീരിയൽസ് പേപ്പർ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്, വുഡ്. ഇത് നമ്മൾ മേജർ ആയിട്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാം. റോ വേസ്റ്റിനെക്കാളും കലോറിഫർ കൂടുതൽ ഇതിനാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സോളിഡ് റിക്കവേർഡ് ഫ്യൂവൽ. ഇത് RDF-ൽ കൂടുതൽ ക്വാളിറ്റി ഉള്ള ഒരു രൂപമാണ്. RDF-നേക്കാളും കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ വേസ്റ്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇത് പേപ്പർ, കാർഡ്ബോർഡ് ചെയ്യുന്നത്. SRF കൂടുതലും പ്രോസസ്സിങ് ചെയ്തതാണ്. അതുപോലെ നമുക്ക് ക്വാളിറ്റി കൂടുതലാണ്, എനർജി വാല്യൂ കൂടുതലാണ്. സെമിന്റ് ക്ലിൻസ്, ഇൻഡസ്ട്രിയൽ ഫർണസിലേക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. മറ്റേ RDF-നേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഫോസിൽ ഫ്യൂവൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണിത് ഓരോ മെത്തേഡ്സ്. ഓക്കെ, ഇനി അടുത്ത് പൈറോലിസിസ്. പൈറോലിസിസ് നമുക്കറിയാം തെർമൽ ഡിഗ്രഡേഷൻ ആണ്, ഓക്സിജന്റെ ആബ്സെൻസിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ആബ്സെൻസ് ഓഫ് എത്ര ടെമ്പറേച്ചർ ബിറ്റ്വീൻ 200 and 900 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോളിഡ് ലിക്വിഡ് നോൺ കോമ്പാക്ട് ഗ്യാസസ്. ഓക്കെ, ഇനി അടുത്ത മൈക്രോബിയൽ ഡിഗ്രഡേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ലാൻഡ്ഫിൽസ് അല്ലാതെ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഓർഗാനിക് വേസ്റ്റ് മൈക്രോബിയൽ ഡിഗ്രഡേഷൻ നമ്മൾ ചെയ്യും. ഓക്കെ, വളരെ ലീറ്റർ കോമ്പോസിഷൻ ഒക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത അനറോബിക് ഡീഗ്രഡേഷൻ ആണ്. അനറോബിക് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജൻ ഇല്ലാതെ
ഓക്സിജൻ ഇല്ലാതെ നമ്മൾ ആ സാഹചര്യത്തിൽ നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വേസ്റ്റ് ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ വരുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ് ഹൈഡ്രോളിസിസ് ആൻഡ് ഫെർമെന്റേഷൻ. ഇത് വലിയ വലിയ ഓർഗാനിക് മെറ്റീരിയൽസിനെ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് നമുക്ക് മാറ്റാം. അതിനുശേഷം അത് ഫെർമെന്റേഷൻ നടക്കും. ഇതിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ആണ് വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ്, ആൽക്കഹോൾ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇത് നമ്മുടെ ആദ്യ പ്രോസസ്സിൽ നിന്ന് ഓർഗാനിക് വേസ്റ്റ് നമ്മൾ ചെറുതായിട്ട് മാറി അത് ആൽക്കഹോൾ, ആസിഡ് എന്നിവയ്ക്ക് ഉണ്ടാകുന്നു. ഓക്കെ, അടുത്ത സ്റ്റേജ് ആണ് ആസിഡ് ഫോർമേഷൻ. ആസിഡ് ഫോർമേഷനിലാണ് ഇതിൽ അസിഡോജനിക് ബാക്ടീരിയ ആയിട്ട് ഇത് മാറുന്നു. അപ്പൊ ആ ഒരു ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ അസിഡിക് ആസിഡ്, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മാറുന്നു. ഓക്കെ, ബാക്ടീരിയ കൊണ്ട് ബാക്ടീരിയ ആദ്യ ഘട്ടത്തിലുണ്ടായ കോമ്പൗണ്ട്സിനെ അസിഡിക് ആസിഡ് ആയിട്ട് മാറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് കിട്ടുന്നതിന് നമ്മൾ അസിഡിക് ആസിഡ് ആയിട്ട് മാറ്റുന്നതാണ് ഈ രണ്ടാമത്തേല്. അടുത്തത് മീഥെയിൻ ഫോർമേഷൻ ആണ്. ഇത് മെത്തനോജനിക് ബാക്ടീരിയ ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ വരുന്നത് അസിഡിക് ആസിഡ് ടു മീഥെയിൻ ടു കാർബൺ ഡൈ ഓക്സൈഡ്, then hydrogen plus carbon dioxide to methane. അപ്പോൾ ആദ്യം നമുക്ക് അവസാന ഘട്ടത്തിൽ നമുക്ക് മീഥെയിൻ ഗ്യാസ് ഉണ്ടാകും. ഇതാണ് ബയോഗ്യാസിന്റെ പ്രധാനത. മെത്തനോജനിക് ബാക്ടീരിയ അസിഡിക് ആസിഡ് ഇൻടു മീഥെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഹൈഡ്രോഫ്യൂജനിക് ബാക്ടീരിയ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു മീഥെയിൻ ആകും. ഓക്കെ, ഇതാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പൊ ബയോമീഥനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിന്റെ ഹെൽപ്പോടുകൂടി ഓർഗാനിക് വേസ്റ്റിനെ നമ്മൾ മാറ്റി നമ്മൾ ചെയ്ത് ബയോഗ്യാസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇൻറ്റെയിൽസ് എൻസൈമിക് ഡികമ്പോസിഷൻ ഓർഗാനിക് മെറ്റൽ ബൈ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോസസ്സ് വഴി നമുക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ബയോഗ്യാസ് ഉണ്ടാകുന്നു. ഓക്കെ, ബയോഗ്യാസിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെയാണ്. അതിന് വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഫുഡ് വേസ്റ്റ്, കൗഡങ്, അങ്ങനത്തെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൽ അനറോബിക് ഡീഗ്രഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ലീച്ചേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പറയേണ്ടതില്ല. അപ്പൊ ലീച്ചേറ്റ് എന്ന് പറയുന്നത് അതായത് ലാൻഡ്ഫില്ലിൽ കൂടെ ഒഴുകുന്ന ആ ഒരു വെള്ളം അല്ലെ, ആ കടന്നു ഇടുന്ന ഒരു ഭയങ്കര സ്മെല്ലായിട്ടുള്ള ഒരു ഇതാണ്. ആൻഡ് ദെൻ ഇത് ഉണ്ടാകുന്നത് നമ്മളെ റെയിൻ വാട്ടർ ലാൻഡ്ഫില്ലിൽ കൂടെ താഴേക്ക് പോകുമ്പോൾ ഇത് വേസ്റ്റിലുള്ള കെമിക്കൽസ്, പൊല്യൂട്ടേഴ്സ് എന്നതിലേക്ക് കലർന്നിട്ട് അവിടെ അങ്ങനെ ഒരു ലീച്ചേറ്റ് ഉണ്ടാകുന്നത്. precipitation percolating through waste disposed in a landfill and controlled by the group of factors such as water availability, land size, surface condition, refuse state and condition of soil state. ഓക്കെ, അപ്പൊ ഇതിലുണ്ടാകുന്ന മെയിൻ ആയിട്ട് കാണപ്പെടുന്ന പ്രധാനമായിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസ്, ഇത് വളരെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ലീച്ചേറ്റിലുള്ള പ്രധാനമായിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അമോണിയ, ഹെവി മെറ്റൽസ് സച്ച് ആസ് ലെഡ്, മെർക്കുറി, കാഡ്മിയം. ഇത് വളരെയധികം എൻവയോൺമെന്റിനും നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനൊക്കെ ബാധിക്കുന്നതാണ്. ലീച്ചേറ്റിൽ നമ്മൾ ബാധിക്കുന്ന കാര്യങ്ങൾ വാട്ടർ അവൈലബിലിറ്റി, ലാൻഡ്ഫിൽ സർഫേസ് കണ്ടീഷൻ, വേസ്റ്റ് കണ്ടീഷൻ ആൻഡ് സോയിൽ കണ്ടീഷൻ. ഓക്കെ, ഇതൊക്കെയാണ് ലീച്ചേറ്റ് ഫോർമേഷനിൽ വരുന്നത്. ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു അപകടം ഉണ്ടാക്കുന്ന വേസ്റ്റ് ആണ് ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾസ് കെമിക്കൽ വേസ്റ്റ്, ടോക്സിക് വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ബാറ്ററി വേസ്റ്റ്, പെയിന്റ് വേസ്റ്റ് എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഇത് വളരെയധികം ഭയങ്കരധികം ഡേഞ്ചർ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ ശരിയായിട്ട് ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടാണ്. അത് നമ്മൾ ഇത് ചെയ്യാതിരുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യാതിരുന്നു വെച്ചാൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും. നമുക്ക് ഡെത്ത് സംഭവിക്കാം. സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എല്ലാം നമുക്ക് ചെയ്യും. അപ്പോൾ ഇംപ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും? സ്റ്റോർ ചെയ്യാതെ, ട്രാൻസ്പോർട്ട് ചെയ്യാതെ, ഡിസ്പോസ് ചെയ്താൽ എൻവയോൺമെന്റിന് മനുഷ്യർക്കൊക്കെ ഒരുപാട് അപകടം ഉണ്ടാക്കുന്ന സാധനമാണ്. ഓക്കെ, സീരിയസ് എൻവയോൺമെന്റ് ഇമ്പാക്റ്റുള്ള ഇൽനെസ്, അതേപോലെ തന്നെ ഹസാർഡസ് ഒക്കെ അങ്ങനെ മിസ്മാനേജ് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഹസാർഡസ് വേസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇഗ്നിബിലിറ്റി, അതായത് പെട്ടെന്നത് തീ പിടിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. പെട്ടെന്ന് തീ പിടിക്കാൻ ഉള്ള സ്വഭാവമാണ് അതിന്റെ. അതായത് പെട്ടെന്ന് തന്നെ അതിന് ഒരു വേസ്റ്റിന് വളരെ പെട്ടെന്ന് നമുക്ക് തീ പിടിക്കാനായിട്ടുള്ള ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് അതിന് എത്രയാണ്? 60 ഡിഗ്രി സെൽഷ്യസ് റീഡിൽ ക്യാച്ച് ഫയർസ് ആൻഡ് ബേൺസ്. പെട്ടെന്ന് ബേൺ ചെയ്യാനും ഫയർ ചെയ്യാനും വിഗ്രസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇതൊക്കെ. അതിനാണ് നമ്മൾ ഇഗ്നിബിലിറ്റി എന്ന് പറയുന്നത്.
ഫ്ലാഷ് പോയിന്റ് 60 ഡിഗ്രി താഴെയാണെങ്കിൽ നമ്മളത് ഹസാർഡസ് വേസ്റ്റ് ആയിട്ട് കണക്കാക്കണം. അതിന് എക്സാമ്പിൾ ആണ് പെട്രോൾ, പെയിന്റ് തിന്നർ, സോൾവെന്റ്സ്. ഇതൊക്കെ പെട്ടെന്ന് ഇഗ്നബിലിറ്റി കൂടുതലുള്ള സാധനമാണ്. അടുത്ത കോറോസിറ്റി എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് മറ്റു വസ്തുക്കളെ നശിപ്പിക്കാനോ അതേപോലെ തന്നെ ഡിസ്പോസിബിൾ ഹൗസ് വേസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ, ദ്രവിപ്പിക്കാനൊക്കെ പറ്റുന്നതാണ്. നമ്മളിതിന് പി എച്ചിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ പി എച്ച് എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ 2 ആണെങ്കിൽ വളരെ അസിഡിക് ആണ്. ഗ്രേറ്റർ ദാൻ 12.5 ആണെങ്കിൽ ബേസിക് ആയിരിക്കും. ഇത് നമ്മൾ ഹസാർഡസ് വേസ്റ്റ് ആയിട്ട് കാണുന്ന ഇതിന്റെ എക്സാമ്പിൾസ് ബാറ്ററി ആസിഡ്, അതുപോലെ തന്നെ സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ഇതൊക്കെ ആയിരിക്കും. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് സ്കിൻ ബേൺ ഉണ്ടാക്കാം, മെറ്റൽ നമ്മൾ നശിപ്പിക്കും, പൈപ്സ് നശിപ്പിക്കും. അതാണ് ഇതിന്റെ കോറോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, which is less than or equal to 2 or greater than equal to 12.5 is considered corrosive hazardous waste. അടുത്തത് റിയാക്ടിവിറ്റി ആണ്. റിയാക്ടിവിറ്റി എന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം. ഇത് റിയാക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ കൺസിഡേഴ്സ് റിയാക്റ്റീവ് വേസ്റ്റ് if it's unstable, react violently with water, generate toxic gases when exposed to water or corrosive material. അതായത് ഇത് പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻ നടത്തും, വെള്ളമായിട്ട് ചേർന്ന് വളരെയധികം അപകടമായിട്ട് നമുക്ക് അത് റിയാക്ട് ചെയ്യും, ടോക്സിക് ഗ്യാസസ് ഉണ്ടാക്കും. കൂടാതെ അതിന് എക്സ്പ്ലോഷൻ ഉണ്ടാക്കാം, ടോക്സിക് ഗ്യാസ് റിലീസ് ചെയ്യാം. ഇതൊക്കെയാണ് റിയാക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടോക്സിസിറ്റി ആണ്. മനുഷ്യർക്കും അതേപോലെ തന്നെ ലിവിങ് ഓർഗാനിസത്തിനൊക്കെ ഒരുപാട് ടോക്സിക് ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ് ആണത്. ലെഡ്, മെർക്കുറി, കാഡ്മിയം ഇതൊക്കെ സ്മെൽ ചെയ്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, നമുക്കിത് ലാബിൽ ടെസ്റ്റ് ചെയ്യാം, സാമ്പിൾ ടെസ്റ്റ് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ള പ്രോസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ലിസ്റ്റ് ഉണ്ട്. ഇത് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, ഇത് ലിസ്റ്റ് ഓഫ് ഹസാർഡസ് വേസ്റ്റ് ഉണ്ട്. ആദ്യത്തേൽ വരുന്നതാണ് എഫ് ലിസ്റ്റ്. എഫ് ലിസ്റ്റ് എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിരിക്കും. ഇത് പല ഇൻഡസ്ട്രീസ് നിന്ന് ഉണ്ടാക്കുന്ന കോമൺ ആയിട്ടുള്ള ഹസാർഡസ് വേസ്റ്റ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഹസാർഡസ് വേസ്റ്റ് ആണത്. അതിലുള്ളത് സോൾവെന്റ്സ്, മെറ്റൽ ട്രീറ്റ്മെന്റ് സ്ലഡ്ജ്, വേസ്റ്റ് വാട്ടർ ഫ്രം മെറ്റൽ പ്ലേറ്റിംഗ്, ഇതൊക്കെയാണ് എഫ് ലിസ്റ്റിൽ പെടുന്നത്. അതിന് നമ്മൾ നോൺ സ്പെസിഫൈഡ് സോഴ്സസ്, നോൺ സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത കെ ലിസ്റ്റ്. കെ ലിസ്റ്റിൽ കോമൺ ആയിട്ട് സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ് ഉണ്ടാകുന്നത്. അതിൽ എക്സാമ്പിൾസ് പെട്രോളിയം റിഫൈനിങ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് പ്രൊഡക്ഷൻ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, എക്സ്പ്ലോസീവ് മാനുഫാക്ചറിങ്, ഇതൊക്കെയാണ് കെ ലിസ്റ്റിൽ വരുന്നത്. പി ആൻഡ് യു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടുന്നത് ഡീസ്ഗ്രേഡഡ് ആയിട്ടുള്ള കെമിക്കൽസ്, എക്സ്പയർഡ് ആയിട്ടുള്ള കെമിക്കൽസ്, കെമിക്കൽ കണ്ടെയ്നേഴ്സ്, കെമിക്കൽ സ്പിൽസ്. ഓക്കെ, ഇതൊക്കെയാണ് ലിസ്റ്റ്. ഇത് പഠിച്ചിരിക്കണം. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഓർ ട്രൂ ഓർ ഫാൾസ് എന്തുവാണ് ഇതെന്ന് ചോദിക്കാം. അടുത്തത് ട്രീറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഡിപ്പെൻഡിങ്സ് ഓൺ ദ നേച്ചർ ഓഫ് വേസ്റ്റ് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ഉള്ളത്? ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കൽ ഉണ്ട്, തെർമൽ ഉണ്ട്, സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം, ഫിസിക്കൽ ആണ്. അപ്പോൾ ഫിസിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് വേസ്റ്റിനെ ഇതാക്കുന്നത്, ഫിൽട്രേഷൻ, സെഡിമെന്റേഷൻ, സ്ക്രീനിങ് ഒക്കെയാണ് അതിൽ എക്സാമ്പിൾ. കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കെമിക്കൽ ആയിട്ടുള്ള റിയാക്ഷൻ ലൈക്ക് ന്യൂട്രലൈസേഷൻ, ഓക്സിഡേഷൻ ഉപയോഗിച്ച്. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ച് വേസ്റ്റ് ഡീഗ്രേഡിങ് ചെയ്യുന്നു. ആൻഡ് ദെൻ തെർമൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട്. അതായത് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഹസാർഡസ് വേസ്റ്റ് മറ്റൊരു മെറ്റീരിയൽ ആയിട്ട് മിക്സ് ചെയ്ത് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ സ്റ്റേബിൾ ഉണ്ടാക്കുക, അതിനാണ് അത് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത് നോക്കിയാലോ. ഫിസിക്കൽ ട്രീറ്റ്മെന്റിലുള്ളതാണ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫിസിക്കൽ ട്രീറ്റ്മെന്റ്, നമുക്ക് കെമിക്കൽ റിയാക്ഷൻ ഇല്ലാതെ ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഹസാർഡസ് വേസ്റ്റിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒക്കെ ചെയ്യുന്ന പ്രോസസ്സാണ്. ആദ്യത്തെയാണ് അഡ്സോർപ്ഷൻ. അതായത് അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സോളിഡ് മെറ്റീരിയലിന് സർഫസ് പൊല്യൂട്ടൻസിൽ ഒരു അറ്റാച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, ഇതിൽ കൂടുതലായിട്ട് ആക്ടിവേറ്റഡ് കാർബൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആക്ടിവേറ്റഡ് കാർബൺ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ആക്ടിവേറ്റഡ് കാർബൺസ് എന്ന് പറയുന്നത് വളരെയധികം ഹോൾസ് ഉള്ള ഒരു കാർബൺ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് അതിന് പൊല്യൂട്ടൻസ് എളുപ്പത്തിൽ അതിൽ പിടിച്ചു വെക്കും, അട്രാക്ട് ചെയ്ത് പിടിപ്പിക്കും. അതിനാണ് നമ്മൾ ഇവിടെ അതിന് കൂടുതൽ ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തിൽ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ആക്ടിവേറ്റഡ് കാർബൺസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് നോൺ അക്വസ് വേസ്റ്റിലാണ്, വെള്ളമില്ലാത്ത വേസ്റ്റ്. അപ്പൊ അത് എക്സാമ്പിൾസ് പെട്രോളിയം ഫ്രാക്ഷൻസ്, ഓയിൽ ബേസ്ഡ് കെമിക്കൽസ്. ഓക്കെ, ഇനി അടുത്തത് റിസൈൻ അഡ്സോർപ്ഷൻ ആണ്.
റിസൈൻ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് റിസൈൻ എന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഈ പ്രോസസ്സിൽ 2 ബേസിക് സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? അഡ്സോർപ്ഷനും റീജനറേഷൻ. ഓക്കെ, അതിൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റിസൈൻ സൊല്യൂഷനിലെ പൊല്യൂട്ടൻസ് ഒക്കെ അത് അഡ്സോർബ് ചെയ്യും. അത് കെമിക്കൽ പാർട്ടിക്കിൾസ് ഒക്കെ റിസൈനിൽ പിടിച്ചിരിക്കും. അതേപോലെ തന്നെ റീജനറേഷൻ, അതിനുശേഷം ഇത് കഴിഞ്ഞ ശേഷം അഡ്സോർപ്ഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം റിസൈൻ വാഷ് ഉപയോഗിച്ച് പേപ്പർ സോൾവെന്റ് ഉപയോഗിച്ച് അഡ്സോർബ്ഡ് ആയിട്ടുള്ള കെമിക്കൽസിനൊക്കെ റിമൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം. ആദ്യം റിസൈൻ സൊല്യൂഷനിലെ പൊല്യൂട്ടൻസിനെല്ലാം അഡ്സോർബ് ചെയ്യും. അതായത് കെമിക്കൽ പാർട്ടിക്കിൾ റിസൈനിൽ പിടിച്ചിരിക്കും. അതിനുശേഷം റിസൈൻ വാഷ് ചെയ്യും. അപ്പൊ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം എന്ത് ചെയ്യും? റിമൂവ് ആവും. അങ്ങനെ പിന്നീട് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തതാണ് സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ്സിൽ സസ്പെൻഡ് ആയിട്ടുള്ള ഹെവി മെറ്റീരിയൽസിലേക്ക് താഴേക്ക് സെറ്റിൽ ചെയ്യുക. ഓക്കെ, കുറേയധികം പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ തങ്ങി നിൽക്കുന്നുണ്ടാവുമല്ലോ, അതിനെയൊക്കെ താഴേക്ക് സെറ്റിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഹെവി മെറ്റൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് അയൺ ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി, അലുമിനിയം പ്രൊഡക്ഷൻ, അവിടെയൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത റിവേഴ്സ് ഓസ്മോസിസ്. ഹോപ്പ് യു നോ ദാറ്റ് റിവേഴ്സ് ഓസ്മോസിസ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അല്ലേ. ബോത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് പൊല്യൂട്ടൻസ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റും. വാട്ടർ കടത്തിവിടും, ഡിസോൾവ് പൊല്യൂട്ടൻസ് ഒക്കെ ഇതിൽ തടയും. ഒരു സെമി പെർമിയബിൾ ബേസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഫിസിക്കൽ ട്രീറ്റ്മെന്റിൽ വരുന്നത്. അടുത്ത കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. കെമിക്കൽ സബ്സ്റ്റൻസസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ആദ്യത്തെയാണ് കെമിക്കൽ ഓക്സിഡേഷൻ. കെമിക്കൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ദാറ്റ് ഈസ് റിഡോക്സ്. റിഡോക്സിഡേഷനിൽ സബ്സ്റ്റൻസിന്റെ ഇലക്ട്രോൺ നഷ്ടപ്പെടും. ദിസ് റിയാക്ഷൻ ഓക്സിഡന്റ് സ്റ്റേറ്റ് ഓഫ് വൺ റിയാക്ടന്റ് ഈസ് റേസ്ഡ് വൈൽ ദ അതർ റിയാക്ടന്റ് ഈസ് ലോവർഡ്. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ ഇലക്ട്രോൺ നഷ്ടപ്പെടും, അതിന് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. മറ്റൊന്നത് ഓക്സിഡേഷൻ ഇലക്ട്രോൺസ് നേടും, ഗെയിൻ ചെയ്യും, അതിന് നമ്മൾ റിഡക്ഷൻ എന്ന് പറയും അല്ലേ. Okay, other reactor is low. When the electrons are removed from an ion or atom, the molecule is substance is oxidized and the electrons are added to the substance is reduced. Such reactions used in അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? മെറ്റൽ വേസ്റ്റില്, ഓക്കെ, സൾഫൈഡ്സിൽ, സൈനൈഡ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ. ഈ പ്രോസസ്സിൽ ലിക്വിഡ് ഡിസോൾവ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് കെമിക്കൽ റിയാക്ഷൻ വഴി ഇൻസോൾബിൾ സോൾഡ് ആവും. അതായത് ലിക്വിഡ് ഡിസോൾവ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് കെമിക്കൽ റിയാക്ഷൻ വഴി ഇൻസോൾബിൾ ആയിട്ടുള്ള സോളിഡ് ആയി മാറും. ഓക്കെ, സോളിഡ് സബ്സ്റ്റൻസസ് ഇൻസോൾബിൾ ഫോമില് കെമിക്കൽ റിയാക്ഷൻ വഴി നേടും. ഓക്കെ, ഇതിന് ശേഷം എന്ത് ചെയ്യുന്നു? സെറ്റിലിങ്ങും ഫിൽട്രേഷനും ഒക്കെ ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. ഹെവി മെറ്റൽസിനൊക്കെ റിമൂവ് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വേസ്റ്റിലേക്ക് ചില മെറ്റീരിയൽസ് ഒക്കെ ചേർത്ത് അത് സോളിഡ് ഫോം ആക്കുന്നതാണ്. ഓക്കെ, സിമെന്റ് ഇതാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പൊല്യൂട്ടൻസിന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് ദെൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ഹസാർഡസ് വേസ്റ്റിനെ കെമിക്കലി സ്റ്റേബിൾ ആക്കുന്നതാണ്. ഇത് വേസ്റ്റ് ഈസ് കൺവേർട്ട് ടു മോർ കെമിക്കലി സ്റ്റേബിൾ ഫോമിലേക്ക് ആക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ടോക്സിക് മെറ്റീരിയൽ കെമിക്കൽ റിയാക്ഷൻ വഴി ലെക്സ് ടോക്സിക് അല്ലെങ്കിൽ നോൺ ടോക്സിക് ആകും. ടോക്സിക് ആയിട്ടുള്ളത് സ്റ്റെബിലൈസേഷൻ വഴിയിട്ട് നോൺ ടോക്സിക് ആവുന്നു. എൻവയോൺമെന്റലിന് വളരെയധികം കുറവായിട്ടുള്ള പൊല്യൂഷൻ ഒക്കെ ഇതിന്ന് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അടുത്ത ഓസോണേഷൻ ആണ്. ഓസോണേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓസോൺ ഉപയോഗിക്കുന്നു. ഓക്കെ, അതായത് 3 ഓക്സിജൻ ആറ്റംസിൽ ശക്തമായിട്ടുള്ള ഓക്സിജൻ ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ടോക്സിക് കെമിക്കൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഓക്കെ, ടോക്സിക് കെമിക്കൽസിനെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ഓസോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ക്ലോറിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഇത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡീടോക്സിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, കീറ്റോൺസ്, ആൽക്കഹോൾസ്. ഓക്കെ, നമുക്ക് ഓസോണിനൊപ്പം UV റേഡിയേഷനും ഉപയോഗിക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് മറ്റേ അതിന്റെ ആ ഒരു കെമിക്കൽ ഫോം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് തേർമൽ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു സാധനമാണ്. അടുത്തത് എന്താണ്? ഇൻസിനറേഷൻ അല്ലേ. ഉയർന്ന താപത്തിൽ നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് വേസ്റ്റിനെ നമ്മൾ വളരെയധികം ഹൈ ടെമ്പറേച്ചറിൽ കത്തിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിന് നമ്മൾ 2 ട്രീറ്റ്മെന്റ് ഇതിന് 2 മെത്തേഡ്സിൽ കൂടെ നമുക്ക് ചെയ്യാം. പ്രീ ട്രീറ്റ്മെന്റ്, ബിഫോർ ഡിസ്പോസലും, എനർജി റിക്കവറിയും. അതായത് വേസ്റ്റ് ഫൈനൽ ഡിസ്പോസൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ വോളിയം കുറയ്ക്കാം. അതേപോലെ തന്നെ വേസ്റ്റ് കത്തിച്ച് നമുക്ക് എനർജി ലഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം.
ഇത് സംഭവിക്കുന്നത് വേസ്റ്റില് കമ്പോസ്റ്റബിൾ മെറ്റീരിയൽസ്, പേപ്പർ, പ്ലാസ്റ്റിക്, ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ കൂടെ നമുക്ക് വേസ്റ്റ് വോളിയം കുറയ്ക്കാം, ഡേഞ്ചറസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നശിപ്പിക്കാം, എനർജി നമുക്ക് ലഭിക്കും. ഓക്കെ, അടുത്തത് പൈറോലിസിസ് ആണ്. പൈറോലിസിസ് എന്ന് പറയുന്നത് ഓക്സിജൻ ഇല്ലാത്ത ഒരു ഓക്സിജൻ ഇല്ലാതെ ഹീറ്റ് ചെയ്ത് കെമിക്കൽ ഡികമ്പോസിഷൻ നടക്കുന്നതാണ്. ഓക്കെ, ഓക്സിജൻ ഇല്ലാതെ ചൂടാക്കി വേസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിലൂടെ ഗ്യാസ്, ലിക്വിഡ് പ്രൊഡക്ട്സ്, സോളിഡ് റെസിഡ്യൂ ലൈക്ക് ഫിക്സഡ് കാർബൺ, ആഷസ് ഒക്കെ ഉണ്ടാവുന്നു. ഓക്കെ, ഇതാണ് പൈറോലിസിസ്. ബയോളജിക്കൽ ട്രീറ്റ്മെന്റിൽ വരുന്നത് ലാൻഡ് ട്രീറ്റ്മെന്റ് ആണ്. മണ്ണ് ഉപയോഗിച്ചിട്ട് അല്ലെ, സോയിൽ ഉപയോഗിച്ച് ചെയ്യുന്ന വേസ്റ്റ് സർഫസ് സോയിലേക്ക് മിക്സ് ചെയ്യുക, അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനുശേഷം സോയിൽ മൈക്രോ ഓർഗാനിസംസ് അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു, ഇമ്മൊബിലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ വേറൊരു പേരുകളുണ്ട് ഇതിന്. ലാൻഡ് ഫാമിംഗ്, ലാൻഡ് കൾട്ടിവേഷൻ, ലാൻഡ് അപ്ലിക്കേഷൻ, ഫ്ലഡ് സ്പ്രെഡിങ്, ഇതൊക്കെ ഇതിന്റെ വേറെ പേരുകളാണ് ലാൻഡ് ട്രീറ്റ്മെന്റിന്റെ. ഓക്കെ, ഇനി അടുത്തത് എന്താ? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. RCRA ഇങ്ങനെയും ചോദിക്കാം. ഇത് ഹസാഡസ് ആൻഡ് നോൺ ഹസാഡസിനെ നിയന്ത്രിക്കുന്ന ഒരു നിയമമാണ്. ഇതിൽ വരുന്നത് ക്യാരക്ടറിസ്റ്റിക്, ഇഗ്നോബിലിറ്റി, കോറോസിവിറ്റി, റിയാക്ടിവിറ്റി, ടോക്സിസിറ്റി, ഇതൊക്കെ ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉൾപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇ വേസ്റ്റ് ആണ്. ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ, ഒരിക്കലും ഉപയോഗം കഴിഞ്ഞ് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്നുള്ള വേസ്റ്റ് അല്ലെ, അതാണ് ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, TVs, ഫ്രിഡ്ജസ്, അങ്ങനത്തെ ചാർജേഴ്സ്, പ്രിന്റേഴ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ അതിന് കാറ്റഗറീസസ് ഉണ്ട്. അതിന് ഏതൊക്കെയാണ്? ഫെറസ് മെറ്റീരിയൽസ് എക്സാമ്പിൾ അയൺ ഉള്ള മെറ്റൽസ് ആണ് കേട്ടോ. അതിന് നമ്മൾ സ്റ്റീല്. നോൺ ഫെറസ് മെറ്റൽസ് അയൺ ഇല്ലാത്ത മെറ്റൽസ്, കോപ്പർ, അലുമിനിയം, ഗ്ലാസ്, പ്ലാസ്റ്റിക്സ്, അതേപോലെ തന്നെ അതേഴ്സ്. എന്തൊക്കെയാണ്? മിക്സ്ഡ് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് ഒക്കെ. ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ, ഈ വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ, ഈ നമ്മൾ മേജർ ആയിട്ട് ലേബർ ഇന്റൻസീവ് മാനുവൽ വർക്ക്, അതായത് മനുഷ്യൻ നമുക്ക് കൈ കൊണ്ടാണ് കൂടുതലായിട്ട് നിയന്ത്രിക്കുക, വേർതിരിച്ചെടുക്കുക. അതാണ് ലേബർ ഇന്റൻസീവ് മാനുവൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടെക്നിക്കൽ സെപ്പറേഷൻ പ്രോസസ്, മെഷീൻസ് ഉപയോഗിച്ച് മെറ്റൽസ്, പ്ലാസ്റ്റിക്സ് ഒക്കെ വേർതിരിക്കുന്നു. അതേപോലെ തന്നെ അടുത്തത് മാനുവൽ ഡിസ്മാന്റിലിംഗ്, അതായത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഭാഗങ്ങളായിട്ട് തിരിക്കുക, അതൊക്കെയാണ് ബെസ്റ്റ് സ്റ്റാറ്റിക് മെത്തേഡ് അത്. ആൻഡ് ദെൻ ഡിസ്മാന്റിലിംഗ് കഴിഞ്ഞ് നമ്മൾ ഡിസ്മാന്റിൽ കഴിഞ്ഞ് നമ്മൾ വേർതിരിക്കുന്നത്, അത് ഒരു മനുഷ്യന്മാർ ചെയ്ത് വേർതിരിച്ചില്ല, അതിനുശേഷം നമ്മൾ വേർതിരിക്കുന്നത്, ഡിസ്മാന്റിലിംഗ് ചെയ്ത് വേർതിരിക്കുന്നത് ഗ്ലാസ്, കോപ്പർ, സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ്, ഇതൊക്കെയാണ് ഡിസ്മാന്റിലിംഗ് കഴിഞ്ഞ് നമ്മൾ വേർതിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഫ്ലൈ ആഷ് ആണ്. ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഫൈൻ പാർട്ടിക്കിൾ ദാറ്റ് ഡിസ്പേഴ്സ് വൈഡ്ലി ഇൻ അറ്റ്മോസ്ഫിയറിൽ ഒരുപാടധികം ഉള്ള ഒരു സാധനമാണ്. നമ്മളതിന് മലയാളത്തിൽ കൽക്കരി എന്ന് പറയും. തെർമൽ പവർ പ്ലാന്റിൽ കത്തിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു വളരെയധികം ഫൈൻ പാർട്ടിക്കിൾ, പൊടി പോലത്തെ ഒരു ആഷാണ്. ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എയറിൽ പകരും, എയറിൽ എളുപ്പത്തിൽ പരക്കും. അതുപോലെ തന്നെ എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയിൽ ഫ്ലൈ ആഷ് കൂടുതലാണ്, കാരണം ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ വലിയൊരു ഭാഗം ആയതുകൊണ്ട് തന്നെ കോൾ ബേസ്ഡ് ആയിട്ട് തെർമൽ പ്ലാന്റ്സിൽ നിന്ന് വരുന്നതാണിത്. ഫ്ലൈ ആഷിന്റെ ജനറേഷൻ കൂടുതലാണ് ഇന്ത്യയിൽ. അതേപോലെ തന്നെ ഫ്ലൈ ആഷ് ഇസ് ഫൈനർ ദാൻ ലൈം ആൻഡ് ടോട്ടൽ സിമിലർ, വളരെയധികം ഫൈൻ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വളരെയധികം ഫൈൻ പാർട്ടിക്കിൾ ആണ്, സ്പെറിക്കൽ ഷേപ്പ് ആണ്, ലൈറ്റ് ഗ്രേ, ഡാർക്ക് ഗ്രേ, ഇതൊക്കെയാണ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഫ്ലൈ ആഷിന് പോസലോണിക് പ്രോപ്പർട്ടി എന്നുണ്ട്. പോസലോണിക് പ്രോപ്പർട്ടി, ഈ പോസലോണിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെള്ളവും ലൈമും അല്ലെ, വാട്ടർ ആൻഡ് ലൈം ചേർന്ന് സിമെന്റ് പോലത്തെയുള്ള ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് വാട്ടറും ലൈമും. ഓക്കെ, ഈ വാട്ടറും ലൈമും ചേർന്നിട്ട് സിമെന്റ് പോലുള്ള ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ടാകുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ സിമെന്റ് ഇൻഡസ്ട്രിയിൽ, കോൺക്രീറ്റ് മേക്കിംഗ്, കൺസ്ട്രക്ഷൻസിലൊക്കെയാണ് ഇവിടെ ഫ്ലൈ ആഷിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഇത്രയും വലിയൊരു മെറ്റീരിയൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയും വലിയ കെമിക്കൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഫ്ലൈ ആഷിന്റെ കോമ്പോസിഷൻ ഉണ്ട്. കോമ്പോസിഷൻസ് എന്ന് പറയുന്നത് സിലിക്കോണിക് ആസിഡ് 50 to 60% ആണ്, അലുമിനിയം ഓക്സൈഡ് 20 to 30% ആണ്, കാൽഷ്യം ഓക്സൈഡ് 1 to 30% ആണ്, അയൺ ഓക്സൈഡ് 5 to 50% ആണ്. ഓക്കെ,
അപ്പോൾ ഫ്ലൈ ആഷിൽ പ്രധാനമായിട്ട് സിൽക്ക, അലുമിനിയം, കാൽഷ്യം, അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും വലിയ ടോക്സിക് അത്. ഓക്കെ, അടുത്ത് നമുക്ക് പ്ലാസ്റ്റിക് നോക്കാം. പ്ലാസ്റ്റിക് അറിയാലോ, എല്ലാവർക്കും പ്ലാസ്റ്റിക്കിനെ കുറിച്ച് അറിയാം അല്ലെ. സിന്തറ്റിക് അല്ലെങ്കിൽ സെമി സിന്തറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ചേർന്നുണ്ടാകുന്ന ഒരു പോളിമർ മെറ്റീരിയൽ ആണ്. അത് സിന്തറ്റിക് അല്ലെങ്കിൽ സെമി സിന്തറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ചേർന്നുണ്ടാകുന്ന ഒരു പോളിമർ മെറ്റീരിയൽ ആണ് പ്ലാസ്റ്റിക്. ഓക്കെ ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ തെർമൽ ബിഹേവിയർ, തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഉണ്ട്. തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ചൂടാവുമ്പോൾ സോഫ്റ്റ് ആകുകയും തണുക്കുമ്പോൾ ഹാർഡ് ആകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്സ് അല്ലേ. എന്താണ് ഒന്നുകൂടി പറയൂ. തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഹീറ്റ് ആവുമ്പോൾ സോഫ്റ്റ് ആകുകയും കൂളാവുമ്പോൾ ഹാർഡ് ആവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക്സ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് മെൽറ്റ് ചെയ്യാൻ പറ്റും, വീണ്ടും നമുക്ക് റീഷേപ്പ് ചെയ്യാൻ പറ്റും, റീസൈക്ലിംഗ് എളുപ്പമാണ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് തെർമോപ്ലാസ്റ്റിക്സ് ഉണ്ട്. ആദ്യത്തെയാണ് പോളി എത്തിലീൻ ടെറിഫെത്തിലേറ്റ്, PET. വളരെ എളുപ്പത്തിൽ റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ PET, പോളി എത്തിലീൻ ടെറിഫെത്തിലേറ്റ് എന്ന് പറയുന്നത് വളരെ ഈസിലി ആയിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്സ് ആണെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസ് ആണ് സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസ്, ഫുഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞു. അടുത്തത് പോളി വിനൈൽ ക്ലോറൈഡ്, PVC. അത് നമുക്കറിയാം. അതായത് വിനൈൽ ക്ലോറൈഡിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതിന്റെ പ്രോപ്പർട്ടീസ് സ്ട്രോങ് ആയിരിക്കും, വിയർ റെസിസ്റ്റന്റ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് പൈപ്പ്, പാക്കേജിംഗ് മെറ്റീരിയൽസ് ആണ്. അടുത്ത് പോളിപ്രൊപ്പലൈൻ എന്ന് പറയുന്നത് അതിന് സ്ട്രോങ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. എക്സാമ്പിൾസ് യോഗേർട്ട്, കപ്സ്, ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ ഫുഡ് കണ്ടെയ്നേഴ്സ് ഒക്കെയാണ്. അടുത്ത ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ്, HDPE. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ആയിരിക്കും, സ്ട്രോങ് മെറ്റീരിയൽസ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ബോട്ടിൽസ്, കണ്ടെയ്നേഴ്സ്. ലാസ്റ്റ് വൺ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഫ്ലെക്സിബിൾ, സോഫ്റ്റ് ആയിരിക്കും. എക്സാമ്പിൾസ് പ്ലാസ്റ്റിക് ബാഗ്സ്, അതേപോലെ തന്നെ റാപ്പിംഗ് ഫിലിംസ്. ഇതൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് തെർമോപ്ലാസ്റ്റിക്സ്. അടുത്തത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഷേപ്പ് കൊടുത്ത് ഹാർഡ് ആക്കിയാൽ നമുക്ക് വീണ്ടും പിന്നെ മെൽറ്റ് ചെയ്യാനോ റീഷേപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല. മറ്റേത് നമുക്ക് റീഷേപ്പ് ചെയ്യാൻ പറ്റും, മെൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇത് ഒരിക്കൽ നമ്മൾ ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറിവേഴ്സിബിൾ സ്റ്റിഫനിങ് എ സോളിഡ് സോഫ്റ്റ് ആൻഡ് ലിക്വിഡ് പോളി. നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സാമ്പിൾസ് തെർമോസെറ്റിംഗ് ബേക്കിലേറ്റ്, വോൾക്കനൈസിക് റബ്ബർ ഒക്കെയാണ്. ഓക്കെ, ബേക്കിലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ സ്വിച്ച് ഒക്കെയാണ്. ഓക്കെ, ഹാൻഡിൽസ്, ഇതൊക്കെയാണ്. വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയുമ്പോൾ ടയർ, ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസ്. ഇതൊക്കെ നമുക്ക് ഒന്ന് ചെയ്താൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, സോഫ്റ്റ് ആക്കാൻ പറ്റില്ല ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന്റെ ടൈപ്സ് നോക്കാം. എപ്പോസി റിസൈൻ, എപ്പോസൈഡ് ഗ്രൂപ്പിലുള്ള ഒരു പോളിമർ ആണ്. പ്രോപ്പർട്ടീസ് ഹീറ്റ് റിലീസ് ചെയ്യും, സ്ട്രോങ് ബോണ്ടിങ് ആയിരിക്കും. അതിന്റെ യൂസസ് അഡസീവ്, കോട്ടിങ്സ്, ഇതൊക്കെയാണ്. അടുത്തത് മിലാമിൻ ഫോം ആൽഡിഹൈഡ്. പ്രോപ്പർട്ടീസ് ഹാർഡ് ആയിരിക്കും, ഹീറ്റ് റെസിസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ യൂസസ് പ്ലേറ്റ്, കിച്ചൺ പ്രൊഡക്ട്സ് ഒക്കെയാണ്. അടുത്തത് പോളിസ്റ്റർ റിസൈൻ. ഇത് ഓർഗാനിക് ആസിഡ്സും ആൽക്കഹോൾ റിയാക്ഷനും വഴി ഉണ്ടാക്കുന്നതാണ്. അതിന്റെ യൂസസ് ഫൈബർ ഗ്ലാസ് പ്രൊഡക്ട്സ്. അടുത്ത യൂറിയ ഫോം ആൽഡിഹൈഡ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ ഹാർഡ്നെസ് വളരെയധികം കൂടുതലാണ്, സ്ട്രോങ് മെറ്റീരിയൽ ആണ്. ഓക്കെ, അതിന്റെ യൂസസ് ഫർണിച്ചർ, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫുൾ മൊഡ്യൂൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇതിൽ ചോദിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ അപ്പൊ ഇത് കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസിൽ ചർച്ച ചെയ്യും. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. താങ്ക് യു.